ഹായ്, ഏവർക്കും സൈലം പി എസ് സിയുടെ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല മക്കൾക്കും മലയാളം എങ്ങനെ ഇതൊന്ന് സെറ്റാക്കണം, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന് ചെയ്താൽ ശരിയാവോ? പക്ഷെ മലയാളത്തെ സംബന്ധിച്ച് നമ്മളെ മാത്സ് പോലെ ഇംഗ്ലീഷ് പോലെയല്ല, കുറച്ചുകൂടി കണ്ടൻറ്റ് പഠിച്ചാൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ പല മാരത്തോണുകളിലും ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഹോട്ട് ടോപ്പിക്സ് അഥവാ ഈ നമ്മുടെ മുഴുവൻ സിലബസിനെയും ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് അല്ല, ടോപ്പിക്സ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു മാരത്തോണൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വിപരീതം, പര്യായം, ഒറ്റപ്പദം, സമാനപദം, ശൈലി, പഴഞ്ചൊല്ല്, പരിഭാഷയൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ മക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം അല്ലേ. ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. അഗെയിൻ ഞാൻ അത് തന്നെ പറയുന്നു, ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മലയാളത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വളരെ ആധികാരികമായി പരിശോധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാവും, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് മുൻ വർഷ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ പലപ്പോഴും ആവർത്തിച്ച് വന്നിട്ടുള്ളത്. സൈലം പി എസ് സി നിങ്ങൾക്കറിയാം, ഏതൊരു മത്സര പരീക്ഷ വന്നാലും നമ്മുടെ ആപ്പിലുള്ള കുട്ടികളെ മാത്രമല്ല നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. മാറി നിൽക്കുന്ന, അതായത് സൈലത്തിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാതെ പോയ മക്കളുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് യൂട്യൂബിലൂടെ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ തരാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ചോദിക്കുന്നത് എക്സ്ക്ലൂസീവ് അല്ലേ, ആപ്പിൽ പർച്ചേസ് ചെയ്ത മക്കൾക്ക് മാത്രം കൊടുത്താൽ പോരെ? അങ്ങനെയല്ല, സൈലത്തെ പരോക്ഷമായോ പ്രത്യക്ഷമായോ ആശ്രയിക്കുന്ന എല്ലാവർക്കും സൈലം ഒരേ പ്രാധാന്യം തന്നെയാണ് കൊടുക്കുന്നത്. സോ യൂട്യൂബിലൂടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളും കമൻസ് ആയിട്ട് തന്നെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുവോ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇവിടെയും കാണുന്നത്. പുതിയ കുറച്ച് ഫാക്ട്സുകൾ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2016-17 മുതൽ ഇങ്ങോട്ടുള്ള പല പരീക്ഷകൾക്കും 2020, 23, 22, 25 വരെ, 26 വരെയൊക്കെയുള്ള പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ മുഴുവൻ സിലബസിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ സാധാരണ ഒരു വീഡിയോ അവഗണിക്കണ പോലെ അവഗണിക്കരുത്. പരീക്ഷ ഇനിയിപ്പോൾ 2-ാം തീയതിയുള്ള പ്രിലിംസിന് മാത്രമല്ല, ഇനി നമ്മൾ എഴുതാൻ പോകുന്ന യൂണിഫോം പരീക്ഷകൾക്കായാലും ശരി, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കായാലും, ഏതൊരു പരീക്ഷയാണോ, VFA ആണോ, നിങ്ങൾ അടുത്ത LPUPക്ക് ശ്രമിക്കുന്നവർ പോലും ഈ ഒരു കണ്ടന്റ് സ്കിപ്പ് ചെയ്യരുത്. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്ക് സിലബസ് ഒന്നും മാറുന്നില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിപരീത പദങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു സ്ലോ ലേണിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് സ്പീഡിന് മാക്സിമം കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ കുറച്ച് ഒന്ന് സ്പീഡിന് പോകും, പക്ഷെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞേ പോവുള്ളൂ. എന്നാലും മാക്സിമം കണ്ടൻറ്റ് എത്തിക്കാം. ഓക്കെ അല്ലേ? വിപരീത പദങ്ങളിൽ നോക്കൂ. അമരം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? അണിയമാണ്. ഇത് 2025. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. പക്ഷെ നമ്മളെ സിലബസ് സെയിം ആണ് എല്ലാ പരീക്ഷകൾക്കും, ഡിഗ്രിക്കും, പ്രിലിംസ്, മെയിൻസ്, വില്ലേജ് അസിസ്റ്റൻ്റ് ഏതായാലും, ലാബ് അസിസ്റ്റൻറ്റ് ഏതായാലും നമ്മുടെ മലയാളം സിലബസ് സെയിം ആണ്. പക്ഷേ ചോദിക്കുന്നത് കുറച്ച് പ്രാധാന്യമുള്ള, ചിലപ്പോൾ നമുക്ക് വരാൻ ചാൻസ് ഇല്ല എന്ന് നമ്മൾ അവഗണിക്കുന്ന SCRT യൂണിറ്റ് ബാക്കിലുള്ള കണ്ടൻറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ലൈഡാണിത്. അപ്പം നോക്കൂ, അമരം എന്ന പദത്തിൻ്റെ നേരെ വിപരീതം എന്താണ്? അണിയമാണ്. അമരം എന്നതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ ചുണ്ടൻവള്ളത്തിൽ അമരക്കാരൻ എപ്പോഴും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് വെച്ചത് പിറകിലാണെന്ന് ധരിക്കണ്ട. അമരക്കാരൻ, മുന്നിൽ നിന്ന് നയിക്കുന്നവൻ. അപ്പോൾ അമരം എന്ന പദത്തിൻ്റെ വിപരീതം അണിയമാണ്. NN കക്കാടിൻ്റെ സഫലമീ യാത്രയിലുണ്ടല്ലേ, ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നെ അണിയത്ത് തന്നെ നിൽക്കൂ, എൻ്റെ തൊട്ടുപുറകിൽ തന്നെ നീ ഉണ്ടാവണം. അതുകൊണ്ടാണ് അണിയറ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്, പിന്നിൽ നിന്നുള്ള പ്രവർത്തനം. അപ്പോൾ അമരം, അണിയം ഇവിടെ വെച്ച് തന്നെ പഠിക്കുക. ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാ മക്കളും ഇനിയൊരു പഠനത്തിനു വേണ്ടി സമയം വിനിയോഗിക്കരുത്, ഇവിടെ വെച്ച് തന്നെ പഠിക്കുക.
ഇനി നിങ്ങൾക്ക് ഇന്ന് ഞാൻ എടുക്കുന്ന ഈ എഫർട്ടിൻ്റെ ഫലമായിട്ട് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്, അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫാക്കൽറ്റി സൈലം ഫാക്കൽറ്റി ടെലഗ്രാം ചാനലുണ്ട്, അതിൽ വന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഇവിടെ കിടക്കും, അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് അറിയണം അല്ലേ, പഠിപ്പിച്ച് വിടുന്ന ആ എഫർട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രായോഗികമായി കിട്ടി എന്നാണ്. അപ്പോൾ അമരം അണിയം, ഇവിടെ വെച്ച് പഠിക്കൂ, അമരം അണിയം. ഇനി അഗ്രജൻ. ആരാണ് അഗ്രജൻ? ജ്യേഷ്ഠനാണ് അല്ലേ. അവരജൻ ആരാണ്? അനുജനാണ്. അപ്പം ഞാനിവിടെ എഴുതിയിടുന്നു, അഗ്രജൻ ആരാണ്? ജ്യേഷ്ഠൻ. ആരാണ്? ജ്യേഷ്ഠൻ. അവരജനോ? അനുജൻ. ഇനി അഭിമാനം എന്ന പദത്തിൻ്റെ നേരെ വിപരീതം എന്താണ്? അപമാനം. നമ്മൾ കേട്ടിട്ടുണ്ട്, നീ എനിക്ക് അപമാനമുണ്ടാക്കരുത്, നീ നാടിൻ്റെ അഭിമാനമാകണം. അപ്പോൾ അഭിമാനം ദുരഭിമാനം എന്നൊക്കെ ഓപ്ഷനിൽ തന്ന് തെറ്റിക്കാൻ നോക്കും, മൈൻഡ് ആക്കരുത്, ആ ഏരിയയിലെ നോക്കണ്ട. അഭിമാനം, അപമാനം. ഇനി അടിവാരം. അടിവാരം അല്ലേ, അടിവാരം ഏറ്റവും താഴ്ന്ന ഭാഗമുണ്ട്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്ക് അടിവാരത്തിലാണ് കുറച്ച് സമയം ഒരു ചായയും മുട്ട ബജിയൊക്കെ കഴിച്ച് അവിടെ സ്റ്റേ ചെയ്തിട്ടല്ലേ പിന്നെ കുന്നു കയറുന്നത്. മൂന്നാറാണോ എവിടെയോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അടിവാരം ഏറ്റവും താഴ്ന്ന സ്ഥലം, മേൽവാരം ഏറ്റവും ഉയർന്ന സ്ഥലം. അപ്പോൾ അടിവാരം, മേൽവാരം. ഇനി അങ്കുശം. അങ്കുശം ഒക്കെ PYQ ആണ്, അമരവും PYQ ആയിരുന്നു കേട്ടോ. മറ്റേത് പ്രധാനമായ യൂണിറ്റ് ബാക്ക്, SCRT അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലിയുടെ യൂണിറ്റ് ബാക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിപരീത പദമാണ്. അപ്പോൾ പ്ലസ് SCRT ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ PYQ പ്ലസ് SCRT ആണ് പഠിക്കുന്നത്. അടിവാരം, മേൽവാരം. അങ്കുശം എന്ന് പറഞ്ഞാൽ കാര്യവിവരം, വിവേകം, പക്വമായ സ്വഭാവം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതില്ലാത്തത് നിരങ്കുശം. 2025 തന്നെ ചോദിച്ചതാണ്. അങ്കുശം, അനങ്കുശം ഒക്കെ തരും, മൈൻഡാക്കണ്ട. നിരങ്കുശം. ഇപ്പോൾ ഓടിച്ച് മക്കൾ അവിടെ ഇരുന്ന് വായിക്കുക, ഞാനിവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നു. പരീക്ഷ തലേന്ന് അമ്മമാരിങ്ങനെ കൂടെ ഇരുന്ന് മക്കളെ വായിപ്പിച്ച് പഠിപ്പിക്കത്തില്ലേ, അങ്ങനെ അങ്ങ് വിചാരിക്കൂ. അതല്ലെങ്കിൽ നിങ്ങളെന്ന് എന്നെ ഗുർവിയമ്മ എന്നൊക്കെയല്ലേ വിളിക്കണേ. അപ്പോൾ ഒരമ്മ വായിച്ചു തരണമായിട്ട് കണക്കാക്കുക, നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ വായിക്കുക. അമരം, അണിയം. അഗ്രജൻ, അവരജൻ. അഭിമാനം, അപമാനം. അടിവാരം, മേൽവാരം. അങ്കുശം, നിരങ്കുശം. സെറ്റല്ലേ? അപ്പോൾ ഈ അഗ്രജൻ അവരജനല്ല. ഇൻ കേസ് ജ്യേഷ്ഠൻ എന്ന് ചോദിക്കണമെങ്കിൽ അവരജൻ എന്ന് എഴുതരുത്. ജ്യേഷ്ഠനാണെങ്കിൽ നിങ്ങൾ കനിഷ്ഠൻ എന്ന് എഴുതണം. എന്തെഴുതും? കനിഷ്ഠൻ. സെറ്റല്ലേ? അടുത്ത ആന്തരം എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്, അതിന് നേരെ വിപരീതം ബാഹ്യം. ഇതെല്ലാം PYQs ആണ്. ഞാനിപ്പോൾ ഈ സ്ലൈഡിനകത്ത് ഏകദേശം ഒരു 5 പദങ്ങൾ പറയുന്നുണ്ട്. ഈ 5 പദങ്ങളും PYQs ആണ്. ആന്തരം അകത്തുള്ളത്, ബാഹ്യം പുറത്തുള്ളത്, ആത്മീയം സ്പിരിച്വാലിറ്റി, ഭൗതികം മെറ്റീരിയലിസ്റ്റിക് എന്നൊക്കെ പറയാം, ഭൗതികം വസ്തുനിഷ്ഠമായത്, വസ്തു സംബന്ധമായത്. ഇനി ആഗമനം. ആഗമനം എന്തുവാണ്? ആഗമിക്കുക, വരിക. നിർഗമനമാണ്, ബഹിർഗമനം അല്ല. കാരണം ഫൈനൽ കീ അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ബഹിർഗമനം എന്ന് പറഞ്ഞാലും പോവുകയാണ്, ബഹിർഗമിക്കുക. പക്ഷെ നിർഗമിക്കുകയാണ് നമ്മുടെ ആൻസർ കീ. അതും സെയിം മീനിങ് ഉള്ള പദമാണ്. ആഗമനം, നിർഗമനം. ആദാനം, എല്ലാം സ്വീകരിക്കുക. ആദാനം മീൻസ് എല്ലാം സ്വീകരിക്കുകയാണ്. പ്രദാനമോ? നൽകുകയാണ്. എല്ലാം നമ്മൾ നൽകുക. ഇനി നോക്കൂ, ആർജവം. ആർജവം എന്താണ്? സത്യസന്ധത. എന്താണ്? സത്യസന്ധത. കൗടില്യമോ? കൗടില്യം വളഞ്ഞ ബുദ്ധി. എന്താണ്? വളഞ്ഞ ബുദ്ധി. ഒന്നുകൂടെ വായിക്കാവേ, അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടല്ലോ അല്ലേ, എനിക്കിങ്ങ് കേൾക്കണം. ആന്തരം, ബാഹ്യം, ആത്മീയം, ഭൗതികം, ആഗമനം, നിർഗമനം, ആദാനം, പ്രദാനം, ആർജവം, കൗടില്യം. ആർജവം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധത. കൗടില്യമോ? വളഞ്ഞ ബുദ്ധി അഥവാ വക്രബുദ്ധി. ഓക്കെ അല്ലേ? ഈ ആർജവം വരുന്നത് റിജു എന്ന പദത്തിൽ നിന്നാണ്. ഞാനിവിടെ എഴുതിയാൽ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തന്നെ എഴുതി തരാം. റിജു. റിജു എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം എന്താണെന്നറിയാമോ? വക്രം. റിജുവിൻ്റെ വിപരീതം വക്രമാണ്. റിജു എന്ന് പറഞ്ഞാൽ നേരായിട്ടുള്ളത്, വക്രം വളഞ്ഞത്. ഇനി ഉണ്ടായി വരിക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് ആവിർഭാവം. എന്താണ്? ആവിർഭാവം. ഇനി നോക്കൂ,
അതിൻ്റെ നേരെ വിപരീതം തിരോഭാവം, അപ്രത്യക്ഷമാവുക, ആവിർഭവിക്കുക, ഉണ്ടായി വരിക, തിരോഭവിക്കുക, ഇല്ലാതായി പോവുക. ഇനി ആരോഹണം, ഒരു സിനിമാ പാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കയറി കയറി പോവുക. ആരോഹണം അവരോഹണം, ഇറങ്ങി വരിക, അവരോഹണം. ഇനി ആമയം എന്താണ്? ദുഃഖം, രോഗം, ദുരിതം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ ദുഃഖം പറയാം, രോഗം പറയാം, അല്ലേ? അതിൻ്റെ നേരെ വിപരീതമാണ് നിരാമയം. അതുകൊണ്ട് ഈശ്വരനെ നമ്മൾ നിരാമയൻ എന്ന് വിളിക്കും. എന്തിനാണ് നിരാമയൻ എന്ന് ഈശ്വരനെ വിളിക്കുന്നത്? നിരാമയൻ ആരാണ്? നിരാമയൻ ഈശ്വരനാണ്. കാരണം ദുഃഖവും രോഗവും ദുരിതവും ഒക്കെ അകറ്റുന്ന ആളാണ് ഈശ്വരൻ. അതുകൊണ്ട് നിരാമയൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ആരെങ്കിലും ഹോസ്പിറ്റലിൽ പനി പിടിച്ചൊക്കെ കിടക്കുമ്പം നിങ്ങൾ വിളിച്ചിട്ട് ഗെറ്റ് വെൽ സൂൺ പറയുമല്ലോ. അപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ പറയണമെങ്കിൽ, സുഹൃത്തെ എത്രയും പെട്ടെന്ന് താങ്കൾ നിരാമയനായി തീരട്ടെ എന്ന് പറയണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പണി പാളും. സുഹൃത്തെ താങ്കൾ എത്രയും പെട്ടെന്ന് നിര്യാതനായി തീരട്ടെ എന്ന് പറയരുത്, ബന്ധുജനങ്ങൾ വന്ന് ആക്രമിക്കും. സോ നിരാമയനാണ്. ആമയം, നിരാമയം. ആഘാതം, എന്താണ് ആഘാതം? വീഴ്ച. പ്രത്യാഘാതമോ? തിരിച്ചടിയെന്ന്. ആഘാതമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച ഏൽപ്പിക്കുക, ഹൃദയാഘാതം, നിന്നു പോകുക, നാശം എന്നൊക്കെയുള്ള അർത്ഥം. അതിന് നേരെ വിപരീതമാണ് പ്രത്യാഘാതം. എന്താണ് പ്രത്യാഘാതം? ഇമ്പം എന്താണ്? ഇമ്പം സന്തോഷം. യെസ്, അപ്പോൾ ഇമ്പം സന്തോഷം. തുമ്പം സങ്കടം. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പം കലർന്നൊരീണം പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പം എന്ന് പറഞ്ഞാൽ സന്തോഷം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ തലവെട്ടി പൊളിക്കുന്നത് കുടുംബമല്ല, അത് വേറെന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. കുടുതുമ്പമൊക്കെ ആവും. കുടുതുമ്പം അതുള്ള അല്ലേ? കുടുതുമ്പം. കൂടുമ്പോൾ തുമ്പമുള്ളത് കുടുതുമ്പം, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അപ്പോൾ ഇമ്പം, തുമ്പം. ആവിർഭാവം, തിരോഭാവം. ആരോഹണം, അവരോഹണം. ആമയം, നിരാമയം. ആഘാതം, പ്രത്യാഘാതം. ഇമ്പം, തുമ്പം. ഓക്കെ അല്ലേ? ഇനി ഈദൃശം, എന്താണ് ഈദൃശത്തിൻ്റെ അർത്ഥം? ഇപ്രകാരം. ഈദൃശം ഇപ്രകാരം, താദൃശം അപ്രകാരം. ഈദൃശം നീ ചെയ്യണ്ടായിരുന്നു, ഈദൃശം നീ ഒന്നും പറയണ്ടായിരുന്നു. ഈദൃശം ഇപ്രകാരം, താദൃശം അപ്രകാരം. അപ്പം ഈദൃശം ആദൃശം എന്ന് തരും നമ്മളെ തെറ്റിക്കാൻ. പിന്നില്ലേ നമ്മളെ ക്ലാസ് കാണാത്ത കുട്ടികൾ ഈദൃശം എന്ന ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് അനാദൃശം ആദൃശമൊക്കെ ആൻസർ ചെയ്യും. അപ്പം നമ്മൾ ഈ ക്ലാസ് കാണുന്ന കുട്ടികൾ ഈദൃശം കിട്ടുമ്പം താദൃശം എന്ന് ആൻസർ ചെയ്യും. അപ്പം നമ്മളല്ലേ സ്കോർ ചെയ്യാൻ പോകുന്നത്? അത് തന്നെ. ഇനി ഉച്ചം, നീചം. ഉച്ചനീചത്വങ്ങൾ. നവോത്ഥാന നായകരെ കുറിച്ചൊക്കെ പഠിച്ചപ്പം അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പൊക്കെ പഠിച്ചപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം ഉച്ചനീചത്വങ്ങളെന്ന്. ഇനി ഉത്കർഷം, ഉയർച്ച. ഉത്കർഷം എന്താണ്? ഉയർച്ച. അപകർഷം, താഴ്ച. അപ്പം നോക്കണേ, ഉത്കർഷം ഉയർച്ച, അപകർഷം താഴ്ച. അങ്ങനെ നമ്മൾ അപകർഷബോധം എന്നൊക്കെ പറയത്തില്ലേ? അതായത് നമ്മളെപ്പോഴും താഴ്ന്നത് എന്നുള്ള ആ ചിന്തയാണ് അപകർഷബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്കർഷം ഉയർച്ച, അപകർഷം താഴ്ച. ഇനി ഉന്മീലിതം, തുറന്നത്. ഉന്മീലനയനം. നിമീലിതം, അടഞ്ഞത്. ഇനി ഇതിനെ തന്നെ ചിലപ്പം ഉന്മീലനം എന്നും നേരെ വിപരീതം നിമീലനം എന്നും ചോദിക്കാം. അപ്പോൾ ഉന്മീലിതം, നിമീലിതം. നിമീല നേത്രയവൾ അമ്പലനടയിൽ, ഏതോ ഒരു ശ്ലോകത്തിലോ എന്തിലോ ഞാൻ കണ്ടിട്ടുണ്ട്. നിമീല നേത്ര, അടഞ്ഞ മിഴികളോടെ. യെസ്. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച് വായിച്ചോളൂ. ഈദൃശം, താദൃശം. ഉച്ചം, നീചം. ഉത്കർഷം, അപകർഷം. ഉന്മീലിതം, നിമീലിതം. ഉന്മീലനം, നിമീലനം. മുഴങ്ങണം. ചോര നമുക്ക് ഞരമ്പുകളിലല്ല, മുഴങ്ങണം ഈ പദങ്ങൾ എക്സാം ഹാളിൽ. ഉദാരൻ, ഉദാരനെന്ന് മതി, ഉദാഹരണനെന്ന് വേണ്ട.
ഉദാരൻ. എന്താണ് ഉദാരൻ എന്ന പദത്തിൻ്റെ അർത്ഥം? ഉദാരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൈയയച്ച് എല്ലാവരെയും സഹായിക്കുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉദാരൻ. ഉദാരൻ, കൈയയച്ച് സഹായിക്കുന്നവൻ ഉദാരൻ. എന്നാൽ പിശുക്കനായിട്ട് മറ്റുള്ളവർക്ക് എന്താണ് ഒന്നും നൽകാത്തവൻ, പിശുക്ക് സ്വഭാവം കാണിച്ചാൽ പറയും കൃപണൻ. അച്ഛൻ്റെ അടുത്ത് പോക്കറ്റ് മണി ചോദിച്ചപ്പോൾ തന്നില്ല, പറയണം അച്ഛാ അച്ഛനൊരു കൃപണനാകരുത്, കുറച്ചുകൂടി ഉദാരനാകും അച്ഛാ, ഉദാരൻ. അപ്പോൾ ഉദാരൻ, കൃപണൻ. ഉദാരണൻ എന്ന് വേണ്ട, ഉദാരൻ മതി. ആ ഔദാര്യത്തോടെ പെരുമാറുന്നവൻ ഉദാരൻ. അതിന് നേരെ വിപരീതമാണ് കൃപണൻ. ഉജ്ജ്വലം, അലസം. അനാമിക ആദ്യമൊക്കെ ക്ലാസ്സിൽ ഉജ്ജ്വല പ്രകടനമായിരുന്നു, ഇപ്പോഴാകട്ടെ അലസപ്രകടനം. അപ്പോൾ ഉജ്ജ്വലം, അലസം. ഇനി ഉൽപ്പതിഷ്ണു. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാണ് ഉൽപ്പതിഷ്ണു? ഫോർവേഡായിട്ടുള്ള ആള് അല്ലേ? അതായത് കാലദേശാദികൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെയൊക്കെ അംഗീകരിക്കുന്നവനെയാണ് ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത്. മീൻസ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പം അത് ഉൾക്കൊള്ളുന്ന ആള്, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമ്പം ഉൾക്കൊള്ളുന്ന ആള്. ഞാനൊരു ഓൾഡ് ജനറേഷൻ്റെ വക്താവാണ്, പഴയ ആളാണ് ഞാൻ അല്ലേ. പക്ഷേ എന്ന് വെച്ചാൽ ഒരുപാട് പ്രായമൊന്നും ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്ര പ്രായമായിട്ടില്ല. പിന്നെ സ്ത്രീകളുടെ പ്രായവും പുരുഷൻ്റെ ശമ്പളവും ചോദിക്കരുതെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ വ്യക്തമാക്കാത്തത്. എന്തായാലും അധികം പ്രായമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു 24-25 വയസ്സ് മുതൽ ഞാൻ ഇടപഴകുന്നതും എൻ്റെ ലോകവുമൊക്കെ കുട്ടികളിലാണ്. ആദ്യം ഹയർ സെക്കൻഡറി കുട്ടികളായിരുന്നു, ടീനേജ് കുട്ടികൾ. പിന്നെ എനിക്ക് കിട്ടിയതൊക്കെ നിങ്ങളെപ്പോലുള്ള തീക്ഷ്ണ യൗവനയുക്തരായ യുവതികളെയും യുവാക്കളുടെ ഇടയിലാണ് എൻ്റെ ജീവിതവും ചിന്തകളും എല്ലാം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മളെ ചിന്തകളെയും നമ്മുടെ സ്വഭാവ രൂപീകരണത്തെയൊക്കെ നയിക്കുന്നത് അത് തന്നെ ആയിരിക്കും. ചില പോലീസ് ഓഫീസേഴ്സൊക്കെ ഭയങ്കര മുൻകോപക്കാരായിട്ട് കാണുന്നില്ലേ? അവരെപ്പോഴും ഈ സമൂഹത്തിൽ ദ്രോഹം ചെയ്യണവരെ അല്ലെങ്കിൽ പ്രശ്നബാധിതരായിട്ടാണ് അവരുടെ സഹവാസം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ദേഷ്യമൊക്കെ എപ്പോഴും വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ, കൊലപാതകം പോലുള്ളതൊക്കെ കാണുന്നു അല്ലേ, ഡോക്ടേഴ്സ്. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ പുഞ്ചിരി കുറവായിരിക്കും. എനിക്ക് അങ്ങനെയല്ല. ഞാൻ യൗവനയുക്തരായ തീക്ഷ്ണ യൗവനത്തിൻ്റെ വക്താക്കളോടൊപ്പമാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരിക്കലും പ്രായമാവില്ല. യെസ്, ഞാൻ എന്നും യൗവനയുക്തയായിരിക്കും. കാരണം നിങ്ങളുടെ കൂടെയല്ല എൻ്റെ സഹവാസം. കം ടു ദ പോയിൻറ്റ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഗുരുവി വിഷയത്തിലേക്ക് വരൂ. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. യെസ്. അപ്പോൾ ഉൽപ്പതിഷ്ണു ആരാണ്? ഞാൻ പറഞ്ഞു വന്ന് ഞാനൊരു ഉൽപ്പതിഷ്ണുവാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. കാരണം ഞാൻ നിങ്ങളുടെ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് മാനസികമായി അല്ലേ. അപ്പോൾ ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാലദേശാദികൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന മൂരാച്ചി സ്വഭാവം ഇല്ലാത്ത ആൾ, ഫോർവേഡ്. ബട്ട് യാഥാസ്ഥിതികൻ അങ്ങനല്ല. അതായത് മാമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവനായിരിക്കും. ആരാണ്? യാഥാസ്ഥിതികൻ. മാമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവനാവും. മാമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവനാണ് ആര്? യാഥാസ്ഥിതികൻ. ഇനി നോക്കണേ, കിഞ്ചിജ്ഞൻ. കിഞ്ചിജ്ഞൻ എന്ന് പറഞ്ഞാൽ മണ്ടൻ അല്ലേ, മടയൻ. ആരാണ്? മടയൻ, വിവരമില്ലാത്തവൻ, കിഞ്ചിജ്ഞൻ. ഇനിയിപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ആരെങ്കിലും നിങ്ങളടുത്ത് ചോദിക്കും, അല്ല താങ്കളൊരു കിഞ്ചിജ്ഞനാണോ സർവജ്ഞനാണോ? അപ്പം നിങ്ങൾ നോക്ക്, കിഞ്ചിജ്ഞ കേൾക്കാൻ കൊള്ളാലോ. ഞാനൊരു കിഞ്ചിജ്ഞൻ അങ്ങനെ പറഞ്ഞു കളയരുത്. അയ്യോ, ഞാനൊരു സർവജ്ഞൻ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന പണ്ഡിതനെയാണ് നമ്മൾ പറയുന്നത് സർവജ്ഞൻ അല്ലേ. അപ്പം സർവജ്ഞനാരാ? പണ്ഡിതനാണ്, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പണ്ഡിതൻ. കിഞ്ചിജ്ഞൻ മണ്ടൻ, മരമണ്ടൻ, പൊട്ടൻ, അത് തന്നെ. അപ്പോൾ കിഞ്ചിജ്ഞനാരാ? പാമരൻ. സെറ്റല്ലേ? അപ്പോൾ ആരെങ്കിലും ചോദിക്കും കിഞ്ചിജ്ഞനാണോ സർവജ്ഞനാണോ? രണ്ടാമതൊന്നും ആലോചിച്ച് നിൽക്കണ്ട. ഐ ആം എ സർവജ്ഞൻ, ഐ ആം നോട്ട് എ കിഞ്ചിജ്ഞൻ. ഞാനൊരു കിഞ്ചിജ്ഞനല്ല, ഞാനൊരു സർവജ്ഞനാണെന്ന് ധൈര്യപൂർവ്വം പറയണം. ഒന്നുകൂടെ വായിക്കണ്ടേ? ഉദാരൻ, കൃപണൻ, ഉജ്ജ്വലം, അലസം, ഉൽപ്പതിഷ്ണു, യാഥാസ്ഥിതികൻ, കിഞ്ചിജ്ഞൻ, സർവജ്ഞൻ. സെറ്റ്. ഇനി കൃത്രിമം. അതും പദശുദ്ധിയിൽ ചോദിച്ചാൽ തെറ്റിക്കരുത്. ക്രിയല്ല,
കൃഷിക്കാരനിൽ കൃത്രിമത്വമില്ല. കൃഷിക്കാരനിൽ കൃത്രിമതയില്ല. കൃഷിക്കാരന് കൃത്രിമത്വം ഇല്ല. അപ്പോൾ കൃത്രിമം വന്നാൽ നൈസർഗികം മീൻസ് നാച്ചുറൽ. മറ്റേത് ആർട്ടിഫിഷ്യൽ, ഇത് നാച്ചുറൽ. നാച്ചുറാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. യെസ്. കൃതജ്ഞത കൃതജ്ഞത നന്ദിയാണെങ്കിൽ കൃതജ്ഞത നന്ദികേട്. ഇനി ക്ഷണികമീ ജീവിതം നശ്വരമാണു പ്രിയേ, എൻ സ്നേഹമോ ശാശ്വതവും അനശ്വരവുമാണു പ്രിയേ. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കവിതയാണത്. കൊള്ളാമല്ലോ. അല്ലെങ്കിൽ തന്നെ എന്നെ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും നിമിഷ കവയിത്രി എന്ന് പറയും. ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. ക്ലാസ്സൊക്കെ കൊള്ളാം, ഈ തള്ളു സഹിക്കാൻ എന്നല്ലേ. തള്ളൂടി ഇല്ലെങ്കിലേ നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് തള്ളി മറിക്കുന്നത്. അപ്പോൾ ക്ഷണികം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നത്. ശാശ്വതം എന്ന് പറഞ്ഞാലോ എന്നെന്നും ശാശ്വത പ്രണയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞങ്ങളെ കാലത്തൊക്കെ ശാശ്വത പ്രണയമായിരുന്നു. ഇപ്പോഴും ശാശ്വത പ്രണയം ഉണ്ട്. അപ്പോൾ ക്ഷണികം പെട്ടെന്ന് നശിച്ചു പോകുന്നത്, ശാശ്വതം എന്നെന്ന് നിലനിൽക്കുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്നതാണ് നശ്വരം. പെട്ടെന്ന് നശിച്ചു പോകുന്നത്. പെട്ടെന്ന് നിലനിൽക്കുന്നതാണെങ്കിൽ അനശ്വരം. അപ്പോൾ ഈ ക്ഷണികം ചോദിക്കുമ്പോൾ കയറി അനശ്വരം ഒന്നും കൊടുക്കരുത്. ശാശ്വതം ചോദിച്ചാൽ കയറി നശ്വരം ഒന്നും കൊടുക്കരുത്. ശാശ്വതം ചോദിച്ചാൽ ക്ഷണികം, നശ്വരം ചോദിച്ചാൽ അനശ്വരം. സെറ്റല്ലേ? ഇനി ഖേദം. ഖേദിക്ക വേണ്ട കണ്ണാ, മോദമോടെ ആടിവാ കണ്ണാ. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ പാട്ട്. കൊള്ളാലോ. ഖേദം എന്ന് പറഞ്ഞാൽ ദുഃഖം, സങ്കടം എന്നൊക്കെയുള്ള അർത്ഥം. മോദം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. അപ്പം ഖേദം സങ്കടം, മോദം സന്തോഷം. ഇനി ഇന്നലെ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്നും പറയാനാവത്തില്ല. ഇന്നലത്തെ APO പരീക്ഷയുടെ ചോദ്യമായിരുന്നു ഖണ്ഡനം മണ്ഡനം. ഖണ്ഡനം എന്ന് പറഞ്ഞാൽ പാർട്ടായിട്ടുള്ളത്, പാർഷ്യലി ഇങ്ങനെ മുറിച്ച് മാറ്റപ്പെട്ടത്. മണ്ഡനം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത്. അതായത് ഇപ്പം മലയാള നിരൂപണം തന്നെ 2 വിധത്തിലുണ്ട്. ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനമൊക്കെ വായിക്കുമ്പോൾ മഹാഭാരതം മുഴുവൻ വായിച്ച് അതിനായ ഒരു മണ്ഡന വിമർശന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു കൃതിയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് നിരൂപണം നടത്തുന്നതിനെയൊക്കെയാണ് ഖണ്ഡന വിമർശനം എന്ന് പറയുന്നത്. ഇനി എന്താ തിക്തം? 2 പ്രാവശ്യം 2023, 22, 23 ചോദിച്ചാണ് തിക്തം. തിക്തം കയ്പ. തിക്തം എന്ന് പറഞ്ഞാൽ എന്താ? കയ്പ. മധുരമാണ് അതിൻ്റെ നേരെ വിപരീതം. വായിക്കാം. കൃത്രിമം നൈസർഗികം. കൃതജ്ഞത കേട്ടൂട ഉറച്ച് വായിക്കേ. കൃത്രിമം നൈസർഗികം. കൃതജ്ഞത കൃതജ്ഞത എന്താ? നന്ദികേട്. യെസ്, കൃതജ്ഞത നന്ദി. ക്ഷണികം ശാശ്വതം, നശ്വരം അനശ്വരം, ഖേദം മോദം, ഖണ്ഡനം മണ്ഡനം, തിക്തം മധുരം. അത് ചേർന്നല്ലോ. ഏതോ ഒരു കുട്ടി അവിടെ ഇരുന്ന് പതിയെ പറയുന്നു. നോ, ഉറച്ച് പറയേ. ഇനി ഗാഠമെന്നും ദൃഢമെന്നും നമുക്ക് പറയാം. അപ്പോൾ ഗാഠം ഓർ ദൃഢം, ശിഥിലമെന്നോ മൃദുവെന്നോ ആൻസർ കൊടുക്കാം. വിപരീതം. അപ്പം ഗാഠമലായിനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഗാഠം അതിന് അല്ലെങ്കിൽ നമുക്ക് ദൃഢം പറയാം. ദൃഢം ഉറച്ചതെന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ നേരെ വിപരീതം ശിഥിലം അഥവാ മൃദു. ഇനി ചഞ്ചലം അചഞ്ചല. ഡിഗ്രി പ്രിലിംസ് തന്നെയായിരുന്നു 2023. ചഞ്ചല ചിത്ത, ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചഞ്ചലാക്ഷി കണ്ടോ? പഴയ സിനിമയിലൊക്കെ ശാരദയൊക്കെ ഇങ്ങനെ നസീറിനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കും. കൽപ്പന ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ കാണിക്കും. മറ്റേ ഇതില്ലേ എന്തോ ചോദിക്കില്ല, ശകുന്തലയെ താത കണ്ണൂൻ തപോവനത്തിൽ നിന്നും എഴുന്നള്ളിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നില്ലേ? അതിനെയാണ് ചഞ്ചലാക്ഷി. ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണോടുകൂടിയവൾ. സുന്ദരി ലക്ഷണമാണ് ഈ ചഞ്ചലാക്ഷി. നല്ല ചലിക്കുന്ന കണ്ണുകളുള്ളവൾ സുന്ദരിയാണെന്ന് പറയും. അതുകൊണ്ടാണ് എൻ്റെ കണ്ണുകളിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ചഞ്ചലം അചഞ്ചലം. ഇനി ചാരേ.
ചാരേ ദൂരേ. അകലെയാണെങ്കിൽ അകലെ, അരികെ. അകലയുടെ നേരെ വിപരീതം എന്തായിരിക്കും? അരികെ. അകലെ, അരികെ. ദൂരെ, ചാരേ. ഇനി ചിറ്റിമ്പം. ചിറ്റിമ്പം എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷം. ഈ ഭൗതിക ലോക ലൗകിക സുഖത്തിനെയൊക്കെയാണ് ചിറ്റിമ്പം എന്ന് പറയുന്നത്. ചെറിയ സന്തോഷം. പേരിമ്പം. ആത്മജ്ഞാനം, ആത്മീയം, വലിയ സന്തോഷം. ചിറ്റിമ്പം, പേരിമ്പം, പേരിമ്പം, ചിറ്റിമ്പം. ഇതുണ്ടാക്കിയല്ല, സത്യമായിട്ട് ഉണ്ടാക്കിയല്ല, കമൽഹാസൻ, ഉലകനായകൻ കമൽഹാസൻ ഏതോ ഒരു സിനിമയിൽ ഒരു വടിയൊക്കെ ഇട്ട് കറക്കി കറക്കി ഇങ്ങനെ പാടുന്നുണ്ട്. ആ ചിറ്റിമ്പം പേരിമ്പം, ആ പേരിമ്പം ചിറ്റിമ്പം. സത്യമായിട്ട് ഇത് നിമിഷ കവിതയല്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും 2022 നമ്മുടെ ഒരു ജൂനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് വന്നിട്ടുള്ള 2022 ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചിറ്റിമ്പം പേരിമ്പം. ചെറിയ സന്തോഷം, വലിയ സന്തോഷം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഉഴുന്നുവടയും ചായയും തന്നാൽ ചിറ്റിമ്പം, ഒരു മട്ടൻ ബിരിയാണി തന്നാൽ പേരിമ്പം, അത്രയും വിചാരിക്കുക. ഇനി ചൂഷകർ. ആരാണോ ചൂഷണം ചെയ്യുന്നത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരെ നമ്മൾ ചൂഷകരെന്ന് പറയും. ഇനി ചൂഷിതർ, പാവം, ആ എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കുന്നവരില്ലേ, ചൂഷണം അനുഭവിക്കുന്നവരാരായി? ചൂഷിതരായി. ചൂഷകർ, ചൂഷണം ചെയ്യുന്നവൻ. ചൂഷിതർ, ചൂഷണം അനുഭവിക്കുന്നവൻ. സെറ്റല്ലേ? അയ്യോ, വായിച്ചില്ല നമ്മൾ. അവിടെ ഇരുന്ന് ഉറച്ചു വായിക്കുമോ? ഏതോ ഒരു കുട്ടി ഇരുന്ന് പതിയെ വായിക്കുന്നു. ഉറച്ചു വായിക്കണം. ഗാഠം ഓർ ദൃഢം, ശിഥിലം മൃദു, ചഞ്ചലം അചഞ്ചലം, ചാരേ ദൂരെ, അകലെ അരികെ, ചിറ്റിമ്പം പേരിമ്പം. ചിറ്റിമ്പം പാടണേ അവിടെ ഇരുന്ന്. ദെൻ ചൂഷകർ, ചൂഷിതർ. ചൂഷകർ, ചൂഷിതർ. സെറ്റല്ലേ? യെസ്. ഇനി ജനിമൃതികൾക്കപ്പുറം, അതുള്ള പാട്ടാ. ജനി എന്ന് പറഞ്ഞാൽ ജനനം, മൃതി എന്ന് പറഞ്ഞാൽ മരണം. തൊട്ട് താഴെ തന്നെ ഉണ്ട് അതേ അർത്ഥത്തിൽ, ജനനം മരണം. ഇനി ജഡം വന്നാൽ ചില പിള്ളേർ അജഡം എന്നൊക്കെ എഴുതി വെക്കും. അങ്ങനെയൊന്നും പദമൊന്നുമില്ല. ഇല്ലാത്ത പദം ഉണ്ടാക്കാനൊന്നും നിൽക്കരുത് മക്കളെ. അത് മലയാളത്തോട് നമ്മൾ ചെയ്യുന്നൊരു വലിയ ക്രൂരകൃത്യമായിരിക്കും. എന്തോരം പദങ്ങളൊക്കെ എന്നറിയാമോ എക്സാം ഹോളിൽ ഇരുന്ന് ഉണ്ടാക്കുന്നത്. PSC അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അതൊന്നും മൈൻഡാക്കരുത്. ജഡം, ചേതനം, ചേതനം ജീവനുള്ളത്, ചേതനയേറ്റ ശരീരം കേട്ടിട്ടില്ലേ? അപ്പം ചേതനം ജീവനുള്ളത്, ജഡം ജീവനില്ലാത്തത്, ജഡവസ്തു. ജാസ്തി, കമ്മി. നമ്മൾ തട്ടുകടയിൽ ചെന്നിട്ടൊക്കെ ഞാൻ പറയാം, അണ്ണാച്ചി ഒരു ചായ പോടുങ്കോ അതിൽ കൊഞ്ചം പഞ്ചസാര ജാസ്തിയാ പോടുങ്കോ എന്നൊക്കെ പറയാം. അണ്ണാച്ചി പറയും, മലയാളത്തിൽ പറഞ്ഞാൽ മതി, എനക്ക് പുരിയും, இந்த தமிழ் எனக்கு കേൾക്ക ഉള്ള ശക്തി ഇല്ല, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറയും, പിന്നെ ചെല്ലുമ്പം പറയും, പഞ്ചസാര കുറച്ച് കമ്മിയാ പോടുങ്കൾ അണ്ണാച്ചി എന്ന് പറയും. അപ്പം ജാസ്തി, കമ്മി, തമിഴിൽ നിന്ന് നമ്മൾ എടുത്തതാണ് ഈ ജാസ്തിയും കമ്മിയൊക്കെ. അല്ല, അറബിക്കിൽ നിന്നും കടം കൊണ്ടിട്ടുണ്ട്. അപ്പം ജാസ്തി, കമ്മി, കുറച്ച്. ഇനി ജാഗ്രത അഥവാ ജാഗ്രത, സുഷുപ്തി. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ് ജാഗ്രത. സുഷുപ്തി. ചില ക്ലാസ്സുകളിൽ എന്താ ചെയ്യുക? സുഷുപ്തിയിലായിരിക്കും അല്ലേ? എന്നാൽ ചില ക്ലാസ്സുകളിൽ നമ്മളിങ്ങനെ ജാഗ്രത. മലയാളം ഗുരുവിയുടെ പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലൊന്നും കുട്ടികൾ സുഷുപ്തിയിലായിരിക്കത്തൊന്നുമില്ല. നമ്മൾ സൈലൻറ്റ് ടീച്ചേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സിലും കുട്ടികൾ ജാഗ്രതയോടെ തന്നെ ഇരിക്കുന്നത്. നമ്മളെ കിടിലോ അല്ലേ, നമ്മളെ ഫാരിസ് സാറ്, നമ്മളെ ഇസ്മായിൽ സാറ്, നമ്മളെ സ്വാതി മിസ്സ്, നമ്മളെ സുമി മിസ്സ്, അവരുടെയൊക്കെ പിന്നെ അജ്മൽ സാറ്, നിസാം സാറും പറഞ്ഞില്ല എന്നെ കൊല്ലും. പിന്നെ നമ്മളെ സിബി സാർ, നമ്മളെ അനന്തു സാർ, നമ്മളെ ശരത് സാറ്. വിഷയത്തിൽ നിന്ന് വീണ്ടും ഞാൻ വ്യതിചലിക്കുന്നു. ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നമ്മളെ അഭിജിത്ത് സാറ്, നമ്മളെ അഡോണി അഭിജിത്ത് സാറ്, ആനന്ദ് സാറ്, ഇന്നിപ്പം തീർന്നേനെ. അപ്പോൾ ഇവരുടെയൊക്കെ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ജാഗ്രതയോടെയല്ലേ ഇരിക്കുന്നത്? അതെ, അതായത് ഇങ്ങനെ നമ്മൾ ഉണർന്നിരിക്കും. ഇനി ജ്യേഷ്ഠൻ കനിഷ്ഠൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ജൈവം, ജീവനുള്ളത്. അജൈവം, ജൈവവളം അല്ലേ? അതായത് ഈ മണ്ണിരയുടെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ജൈവവളം? അതെ. അപ്പം ജൈവവളം, ഞാൻ ഒരു ബയോളജി ഏരിയയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ജൈവവളമുണ്ട്. അപ്പം ജൈവം ജീവനുള്ളത്, അജൈവം ജീവനില്ലാത്തത്. വായിക്കാം.
ഉറച്ചു വായിക്കണേ. അയലോക്കക്കാരൊക്കെ ഒന്ന് കിടുങ്ങട്ടെ, ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നെന്ന് അറിയട്ടെ. ജനി മൃതി, ജനി മൃതികൾ പാട്ടൊക്കെ പാടിക്കോ. ജനനം മരണം, ജഡം ചേതനം, ജയം പരാജയം, ജാസ്തി കമ്മി, ജാഗ്രത് ഓർ ജാഗ്രത ഓർ ജാഗരവും പറയാം, സുഷുപ്തി, ജ്യേഷ്ഠൻ കനിഷ്ഠൻ, ജൈവം അജൈവം. ദ്രുതം ദ്രുതം നീ ദ്രുതഗതിയിൽ വാ, ദ്രുതം എന്ന് വെച്ചാ വളരെ പെട്ടെന്ന്, മന്ദസമീരനിൽ, മന്ദം വളരെ പതുക്കെ പതുക്കെ നമ്മൾ പറയത്തില്ലേ, മന്ദഗതി, അപ്പോൾ വളരെ മന്ദമായിട്ട് പതുക്കെ. ഇനി നാഗം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അത് ഇതൊന്നും ഉണ്ടാക്കുന്നതല്ല, ഉള്ളൂരുണ്ടാക്കിയതാണ്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലുള്ളതാണ് നാഗം നരകം. നാഗം മീൻസ് സ്വർഗം, നാഗം സ്വർഗം, നരകം നരകം തന്നെ. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. നിരാമയം ആമയം, ന്യൂനം കുറവ്, അന്യൂനം അഥവാ ആധിക്യം. രണ്ടിലേത് വന്നാലും ശരി, രണ്ടും കൂടി വന്നാൽ ക്യാൻസൽ ആയിക്കോളും. ന്യൂനം കുറവ്, അന്യൂനം അഥവാ ആധിക്യം എന്താണ്? കൂടുതൽ. വായിക്കാം. ദ്രുതം, ഇത് എളുപ്പമുള്ളതുകൊണ്ടാണ് ഒത്തിരി ഒന്നും പറയാത്തെ. ദ്രുതം, മന്ദം, നാഗം നരകം, നാഗരികം നാഗരീകമല്ല കേട്ടോ, പദശുദ്ധി ശ്രദ്ധിക്കണേ. നാഗരികം, ഗ്രാമീണം, നിരാമയം, ആമയം, ന്യൂനം, അന്യൂനം ഓർ ആധിക്യം. ഇനി നോക്കണേ, മറ്റുള്ളവരെ സംബന്ധിക്കുന്നത് പരകീയം, നമ്മളെ സംബന്ധിക്കുന്നത് സ്വകീയം. എന്നെ സംബന്ധിക്കുന്നത് സ്വകീയം, നിങ്ങളെ സംബന്ധിക്കുന്നതോ പരകീയം. പുരോഗതിക്ക് പശ്ചാത്ഗതിയാണ് ആൻസർ കീ എന്നതുകൊണ്ട് ഞാൻ അധോഗതി അങ്ങ് വെട്ടുകയാണ്. അധോഗതി ഓപ്ഷനിൽ തന്നിട്ട് കൂടി അവരത് കറക്റ്റായിട്ട് എടുത്തില്ല. സോ പുരോഗതി പശ്ചാത്ഗതി. കേസ് ഓഫീസർ ട്രെയിനി 2025 ചോദിച്ചിരുന്നു. ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 2023 ചോദിച്ചിരുന്നു. ജൂനിയർ ടൈപ്പിസ്റ്റ് ക്ലർക്ക് SSLC മെയിൻസ് 2023 ആവർത്തിച്ചു വന്ന ചോദ്യം. അതിലെല്ലാം തന്നെ കീ പശ്ചാത്ഗതി ആയതുകൊണ്ട് നമുക്ക് പുരോഗതിയെ പശ്ചാത്ഗതി തന്നെ വിപരീതമായിട്ട് എടുക്കാം. ഇനി പോയി, നടന്നതെല്ലാം പോയി, ഇനി വരപ്പോറത്, ഇനി കാണപ്പോറത് നിജം. അത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നിജത്തിലോട്ട് പോണ്ട. എന്താ വേണ്ടത്? മെയ്. ഒരു മെയ്യാണെങ്കിലും അല്ല, ഇരുമെയ്യാണെങ്കിലും അങ്ങനെയൊക്കെ പാട്ടുണ്ട്. പക്ഷെ മെയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ഒരു മാസം ഇംഗ്ലീഷ് പറയാതെ നോക്കണ്ട. ശരീരം എന്നും അർത്ഥമുണ്ട്, അതുപോലെ സത്യം എന്നും അർത്ഥമുണ്ട്. നിഷ്കളങ്കമായത്, സത്യമുള്ളത് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ പോയി പേശാതെ മെയ് പേശ്. കൊള്ളാം അല്ലേ? അത് കൊള്ളാം അല്ലേ? നമ്മൾ തമിഴിൽ തട്ടുകടയിൽ ചെന്നിട്ടേ അണ്ണാച്ചിയോട് പറയാം, അണ്ണാച്ചി പറഞ്ഞ് ഇനി തൊട്ട് തമിഴ് പറയരുതെന്ന്, എന്നാലും നമ്മൾ പറയും, അണ്ണാച്ചി പോയി പേശാതെ നിങ്ങൾ മെയ് മട്ടുംതാൻ പേശണം. അപ്പം പൊയ് എന്ന് പറഞ്ഞാൽ കള്ളം, കള്ളത്തരം. ഇതൊക്കെ എന്തിനാണ് ഇവിടെ എടുത്തിട്ടേക്കണേ? SCRT. അപ്പോൾ ഒന്നുകൂടെ, പൊയ് കള്ളം, മെയ് 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 സത്യം. അതുകൊള്ളല്ലേ? മെയ് മാസം സത്യമാണേ, മെയ് മാസം സത്യമാണേ. പോയി പേശക്കൂടാത്. പാപ്പാ മെയ് മട്ടുംതാൻ പേശ വേണം. അപ്പം മെയ് എന്ന് പറഞ്ഞാൽ സത്യം. ഇനി പോഷണം, ശോഷണം. പോഷകാഹാരങ്ങൾ കഴിക്കാതെ നമ്മുടെ അർജുൻ ശോഷിച്ചു പോയി. അപ്പോൾ അർജുൻ അശോകൻ എൻ്റെ ക്ലാസ്സിലുള്ളതാണ്. എൻ്റെ MEM ബാച്ചിലെ കുട്ടിയാണ് അർജുൻ അശോകൻ. അവന് ഈ പോഷകാഹാരം കഴിക്കാതെ ശോഷിച്ചു പോയി. പോഷണം, ശോഷണം, പോഷണം, ശോഷണം. അപ്പോൾ ഇനി അർജുൻ അശോകനെ ശോഷിപ്പിക്കരുത്, അർജുൻ അശോകനെ പോഷിപ്പിക്കണം. അപ്പോൾ പോഷണം, ശോഷണം. ഓക്കെ അല്ലേ? പോഷൻ. വേറെ പിള്ളേർ, നമ്മളെ ക്ലാസ് കാണാതെ ക്ലാസ് സ്കിപ്പടിച്ചു പോകുന്ന പിള്ളേരെല്ലാം പോഷന്മാർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പണ്ടത്തെ ആൾക്കാർ പോഴഞ്ചക്കൈ, വെറും പോഴൻ അങ്ങനെ പറയത്തില്ലേ? പോഴത്തരം. യെസ്, ഈ പോഷനെയാണ് പോഴൻ എന്ന് പറയുന്നത്. പ്രായമായവരൊക്കെ പറയും, മുത്തശ്ശിമാരൊക്കെ പറയും, പോഴത്തരം കാണിക്കാതെ കൊച്ചേ, അവനൊരു പോഴൻ, ഇങ്ങനെ പറയത്തില്ലേ? അപ്പോൾ ഈ പോഷനാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് സമർത്ഥൻ, സാമർഥ്യമുള്ളവൻ സമർത്ഥൻ. ഇനി പ്രതിരോധം, വിഘടിച്ച് നിൽക്കുക, എതിര് പറയുക. അതിൻ്റെ നേരെ വിപരീതമാണ് അനുരോധം, ചേർച്ച. 2025 തന്നെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ പ്രതിരോധം
ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്ന ഒരു പരീക്ഷയാണ് ഈ 2025 ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് ബിവറേജ് കോർപ്പറേഷൻ്റെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ വന്ന വ്യക്തിയാണ് ഞാൻ യെസ്. അപ്പോൾ പ്രതിരോധം, അനുരോധം, പിന്നെ ടീച്ചിങ് പോസ്റ്റിലേക്കാണ് പോയത്, ഇതിൽ പോയില്ല. അപ്പോൾ പ്രതിരോധം, അതെന്ത് മലയാളം പഠിച്ചാൽ കിട്ടുമെന്ന് വെച്ചാൽ PGDC ഉണ്ടായിരുന്നു. യെസ്. അപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രിയും പിന്നെ PGDC പോലുള്ള ഗവൺമെൻറ് അംഗീകൃതമായ, ഞാൻ IHRDയിൽ പഠിച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു സംഭവം കൂടെ ഒക്കെ മതി. അങ്ങനെയാണ് ആ ലിസ്റ്റിലേക്ക് കയറി പറ്റിയത്. പ്രതിരോധം, വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. പ്രതിരോധം, അനുരോധം. പ്രതിരോധം എതിർത്ത് നിൽക്കൽ അല്ലേ, പ്രതിരോധിക്കുക. എന്നാൽ അനുരോധമോ ചേർന്ന് നിൽക്കൽ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പരകീയം, സ്വകീയം, പുരോഗതി, പശ്ചാത്ഗതി, പോയ്, മെയ്, പോഷണം, ശോഷണം, പോഷൻ, സമർത്ഥൻ, പ്രതിരോധം, അനുരോധം. സെറ്റ്. വ്യയം, ചെലവ്. ചെലവാക്കുക, ദുർവ്യയം, മിതവ്യയം. ഇക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആയം, വരവ്. നമ്മളെ സർവജ്ഞൻ കിഞ്ചിജ്ഞൻ വീണ്ടും കിടക്കുന്നു. സർവജ്ഞൻ പണ്ഡിതൻ, കിഞ്ചിജ്ഞൻ മടയൻ, ഹ്രസ്വം ചുരുങ്ങിയതാ, ദീർഘം വികസിച്ചതാ, ഹ്രാസം സങ്കോചം, വികാസം. അപ്പോൾ ഹ്രാസത്തിൻ്റെ അർത്ഥം സങ്കോചം എന്നാണ്. LD ടൈപ്പിസ്റ്റ് പരീക്ഷ 2025 ചോദിച്ച വിപരീതമാണ് ഹ്രാസം. അതിൻ്റെ നേരെ വിപരീതമാണ് വികാസം. അപ്പം ഹ്രസ്വം ദീർഘം ചോദിക്കണേ. ഹ്രസ്വം വരുമ്പോഴത്തേക്ക് വികാസം എഴുതല്ലേ മക്കളെ. ഹ്രസ്വം ദീർഘം, ഹ്രാസം വികാസം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ. വ്യയം, ആയം, സർവജ്ഞൻ, കിഞ്ചിജ്ഞൻ, ഹ്രസ്വം ദീർഘം, ഹ്രാസം വികാസം. സെറ്റ്. നമ്മൾ വിപരീതത്തിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം ചോദിക്കാൻ ചാൻസുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ നേരെ ഒറ്റ പദത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാവുന്ന ഒറ്റപ്പദങ്ങളാണ് പറയുന്നത്. ഇതിൽ പിന്നെ SCERT കണ്ടൻറ്റ് കൂടി ആഡഡ് ആണ്. നമ്മുടെ അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, പുതിയ ടെസ്റ്റിലെയും പഴയ ടെസ്റ്റിലെയും. പഴയ ടെസ്റ്റും ഒക്കെ ക്വസ്റ്റ്യനിൽ ഫോളോ ചെയ്യും കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ സയൻസ്, ഹിസ്റ്ററി പോലെ പിന്നെ സയൻസോ ഹിസ്റ്ററി പോലെയൊക്കെ പിന്നെ ഇപ്പോഴത്തേത് വേണം, അങ്ങനെ പോയിൻറ്റ്സ് അല്ല. നമ്മൾ പദങ്ങൾ എക്കാലത്തും മലയാളത്തിൻ്റെ സമ്പത്താണ്. അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ വിപരീതമെല്ലാം സെറ്റായല്ലോ അല്ലേ? ഒന്നുകൂടെ ഒക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മളിവിടെ പറഞ്ഞ് നമുക്ക് കിട്ടും. ചിറ്റിമ്പം, പേരിമ്പം, തുമ്പം, ഇമ്പം, പോഷൻ, സമർത്ഥൻ, കിഞ്ചിജ്ഞൻ, സർവജ്ഞൻ, ഈദൃശം, താദൃശം. കേട്ടിട്ടില്ലാത്ത കുറച്ച് പദങ്ങളുണ്ടായിരുന്നു, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇനി പ്രായോഗികാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അറിയാവുന്നവൻ. 2023 ഒരു ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യമായിരുന്നു പ്രായോഗികാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അറിയാവുന്നവൻ. ഓരോ കാര്യങ്ങളും സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ കഴിയുന്നവനെയാണ് നമ്മൾ പ്രായോഗികാഭിജ്ഞൻ എന്ന് പറയുന്നത്. അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ തന്നെ കഴിവുള്ളവൻ എന്നാണ്. ഇനി പ്രയാസു, ജീവനിൽ കൊതിയുള്ളവൻ. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ഒരു അപകടകരമായ കാര്യത്തിന് വിളിക്കണം, അയ്യോ ഞാനൊരു പ്രയാസുവാണേ, എന്നെ വെറുതെ വിട്. പ്രയാസു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജീവനിൽ കൊതിയുള്ളവൻ. ഇനി പ്രേക്ഷകൻ, കാണുന്നയാൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും മക്കളുടെയൊക്കെ ഒരു ഡൗട്ടാണ്, നമ്മൾ പഠിക്കുന്ന പിള്ളേരുടെ നമ്മളെ മക്കളുടെയൊക്കെ ഒരു ഡൗട്ടാണ് പ്രേക്ഷകനും. പറഞ്ഞയക്കുന്ന ആൾ അല്ലെങ്കിൽ സന്ദേശം അയക്കുന്നയാൾ അഥവാ ഫ്രം ആണ് എന്ത്, പ്രേക്ഷകൻ. നമ്മൾ കത്തൊക്കെ വെച്ച് കൊടുക്കത്തില്ലേ, അപ്പോൾ ടു ആണെങ്കിൽ സ്വീകർത്താവാണ്. ആരാണ്? സ്വീകർത്താവ്. യെസ്. അപ്പോൾ പ്രേക്ഷകൻ, പറഞ്ഞയക്കുന്ന ആൾ അഥവാ സന്ദേശം അയക്കുന്ന ആളിനെയാണ് നമ്മൾ പ്രേക്ഷകൻ. കാഴ്ചക്കാരനാണ് പ്രേക്ഷകൻ എന്ന് പറയുന്നത്. ഇനി പ്രാംശു, ഉയരമുള്ളവൻ. പ്രാംശുവിൻ്റെ നേരെ വിപരീതമാണ് വാമനൻ. അപ്പോൾ ഉയരമുള്ളവൻ്റെ ഒറ്റപ്പദം എന്താണ്? പ്രാംശു. പ്രായോഗികാഭിജ്ഞൻ, സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അറിയാവുന്നവൻ. പ്രിയാസു, ജീവനിൽ കൊതിയുള്ളവൻ. പ്രേക്ഷകൻ, കാണുന്നയാൾ. പ്രേക്ഷകൻ, പറഞ്ഞയക്കുന്നയാൾ അഥവാ സന്ദേശം അയക്കുന്നയാൾ. ഇവിടെ പ്രേക്ഷിതൻ എന്നൊന്നും എഴുതി കളയരുത്. ഗവൺമെൻറ് സർക്കുലർ തന്നെയുണ്ട്, പ്രേക്ഷിതനെന്ന് ഉപയോഗിക്കാൻ പാടില്ല.
ടിയാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ടിയാനൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ മേൽ പറഞ്ഞ വ്യക്തി എന്നൊക്കെ എഴുതാവുള്ളൂ, ടിയാൻ ടിയാളൊന്നും ഇല്ല ഇപ്പോൾ. അതുപോലെയാണ് പ്രേക്ഷിതനും എഴുതരുത്, പ്രേക്ഷകൻ. ഇനി പ്രാംശു പൊക്കമുള്ളവൻ, അതിന് നേരെ വിപരീതമാണ് വാമനൻ. ബിഭിത്സ ഭേദിക്കുവാനുള്ള ആഗ്രഹം, ഏതൊരു കാര്യത്തെയും ഖണ്ഡിക്കാൻ അഥവാ ഭേദിക്കാനുള്ള ആഗ്രഹത്തെയാണ് ബിഭിത്സ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബുഭുക്ഷു? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. അമ്മേ നല്ല ബുഭുക്ഷു ഉണ്ടമ്മേ, ഭോജനം എടുത്തോളൂ, ഞാൻ ഭുജിക്കട്ടെ അമ്മേ. കൊള്ളാല്ലേ? എല്ലാ ദിവസവും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് അമ്മേ ബുഭുക്ഷയുണ്ട്, ഭോജനം എടുത്തോളൂ അമ്മേ, ഞാനൊന്ന് ഭുജിക്കട്ടെ, ഇപ്പോൾ ഞാനൊരു ഭോജിയാണ്. ആൺകുട്ടികളാണെങ്കിൽ പറയും കുട്ടികൾ ഭോജിയാണെന്ന്, പെൺകുട്ടികളാണെങ്കിൽ പറയും ഭോജിനി എന്ന്. ഭക്ഷണം കഴിക്കുന്നവളെ നമ്മൾ എന്തു പറയും? ഭോജിനി. അപ്പോൾ ഭോജി, ഭോജിനി. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. സെക്യൂരിറ്റി ഓഫീസർ 2023 ക്വസ്റ്റ്യൻ. ഭാഗ്യപ്രദാനം, ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത്, ഭാഗ്യത്തെ നൽകുന്നത്. ഭാഗിനേയൻ, സഹോദരിയുടെ പുത്രൻ. ബീറ്റ് ഫോറസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 2023 ഭാഗിനേയൻ. ഇനിയിപ്പോൾ പിള്ളേർക്കൊരു ഡൗട്ട് വരും, അതിപ്പോൾ ഞങ്ങൾ ഡിഗ്രി അല്ലേ എഴുതാൻ പോണേ? എൻ്റെ പൊന്നുമക്കളെ, ഇതൊക്കെ തന്നെയാണ് ഡിഗ്രിക്കുള്ളത്. അതുകൊണ്ട് ഏത് പരീക്ഷയ്ക്ക് വന്ന കണ്ടൻറ്റും ഡിഗ്രിക്കും ആവർത്തിച്ചതേ ഉള്ളൂ, നമുക്ക് വേറൊന്നും തരാനില്ലാഞ്ഞിട്ടാ. ഇതൊക്കെ ഉള്ളൂ, 13 ടോപ്പിക്കിൽ ഈ കണ്ടൻറ്റുകളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് റയർ ഫാക്റ്റ് പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബിഭിത്സ പോലെയൊക്കെയുള്ള SCRT ഫാക്റ്റ് കൂടി എടുത്തിട്ടേക്കുന്നത്. ഭാഗിനേയി, സഹോദരിയുടെ മകൾ. ഒന്നുകൂടെ നോക്കൂ. ബിഭിത്സ ഭേദിക്കാനുള്ള ആഗ്രഹം, ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ഭാഗ്യപ്രദാനം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത്, ഭാഗിനേയൻ സഹോദരിയുടെ പുത്രൻ അഥവാ അനന്തരവൻ. ഈ പുള്ളിയാണ് നമ്മൾ എന്തു പറയുന്നത്? അനന്തരവൻ എന്ന്. അനന്തരവൻ. ഇനി ഭാഗിനേയി, സഹോദരിയുടെ മകൾ അഥവാ അനന്തരവൾ. ഇനി വൈയക്തികം, വ്യക്തിയെ സംബന്ധിച്ചതാ. നോക്കൂ, വലിയ രീതിയിൽ അമ്മയുടെ അടുത്തൊക്കെ അങ്ങ് തള്ളും. അമ്മേ, എൻ്റെ വൈയക്തികമായ കാര്യത്തിൽ അമ്മ ഇടപെടല്ലേ അമ്മേ, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ അമ്മ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ അമ്മ ഇടപെടല്ലേ അമ്മേ, അങ്ങനെ പറയരുത്. അത് വൊക്കാബുലറി തെറ്റാണ്. വൈയക്തികമാണ് ശരി, വ്യക്തിപരം തെറ്റാ. അപ്പോൾ പേഴ്സണൽ എന്നതിൻ്റെ മലയാളം എന്താണ്? വൈയക്തികമാണ്. ശ്രദ്ധാലു, ശ്രദ്ധയുള്ളവൻ. ശ്രാദ്ധൻ, ശ്രദ്ധയോടു കൂടിയവൻ. ശ്രോതാവ്, ശ്രവിക്കുന്ന ആള്. നോക്കൂ, അപ്പം നമ്മളെ പരീക്ഷയിൽ ചോദിക്കും ശ്രദ്ധയോടുകൂടിയവൻ, ഒറ്റപ്പദമേതാ? ശ്രദ്ധാലു തരും. അല്ലല്ലല്ല, ശ്രദ്ധയോടുകൂടിയവൻ ശ്രാദ്ധൻ. ശ്രദ്ധയോടുകൂടിയവൻ ആരാണ്? ശ്രാദ്ധൻ. ഇനി പിതൃതർപ്പണത്തിന് ശ്രാദ്ധം എന്ന് പറയും, അത് വേറെ. അപ്പം ഇത് ശ്രാദ്ധൻ, ശ്രദ്ധയോടുകൂടിയവൻ. വൈയക്തികം, വ്യക്തിയെ സംബന്ധിച്ചത്. ശ്രദ്ധാലു, ശ്രദ്ധയുള്ളവൻ. ശ്രാദ്ധൻ, ശ്രദ്ധയോടുകൂടിയവൻ. ശ്രോതാവ്, ശ്രവിക്കുന്നയാള്, കേൾക്കുന്നയാള് ആണ് ശ്രോതാവ്. സാർവകാലികമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കുമുള്ളത്. സാർവകാലികം എന്താണ്? ഫോർ എവർ, എല്ലാ കാലത്തേക്കുമുള്ളത്. ഇനി സാർവജനീനം, എല്ലാവർക്കും ഹിതകരമായത്, എല്ലാ ജനങ്ങൾക്കും ബാധകമായത്. സാർവഭൗതികമോ, എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിച്ചത്. സാർവത്രികമോ, സാർവത്രികം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, സാർവത്രികം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാണ്. സാർവകാലികം, എല്ലാ കാലത്തേക്കുമുള്ളത്. സാർവജനീനം, എല്ലാവർക്കും ഹിതകരമായത് അഥവാ എല്ലാ ജനങ്ങൾക്കും ബാധകമായത്. സാർവഭൗതികം, എല്ലാ ജീവജാലങ്ങളെയും സംബന്ധിച്ചത്. സാർവത്രികം, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ഇനി ഔദ്യോഗികം. അപ്പം ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത് ഔദ്യോഗികം. ജിഗീഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ജയിക്കാനുള്ള ആഗ്രഹം എന്ത് വരും? ജിഗീഷ, ജയിക്കാനുള്ള ആഗ്രഹം. ജയിക്കാനുള്ള ആഗ്രഹം. ജയിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തു പറയും? ജിഗീഷ. ഇനി ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്നവൻ. ജൈത്രയാത്ര, വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. അപ്പം ഒരു
ഇലക്ഷൻ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് ജയിച്ച സ്ഥാനാർത്ഥിയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആ യാത്രയൊക്കെ നമ്മൾ ജൈത്രയാത്രയെന്ന് പറയും. ഔദ്യോഗികം, ഉദ്യോഗത്തെ സംബന്ധിക്കുന്നത്. ജിഗീഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജൈത്രയാത്ര, വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വായിച്ചോൻ്റെ മക്കള്. ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് വന്ന് ഇതൊരു ലോങ് ക്ലാസ്സാണ്. ഡിഗ്രി പ്രിലിംസിന് ഞാൻ അടുത്ത് പിടിച്ചിരുത്തി മലയാളം പഠിപ്പിക്കുന്ന അതേ ഫീലിൽ കുറച്ച് ദിവസം ഞാൻ എൻ്റെ ആത്മജനെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. എന്താണെന്നറിയാം, ഞാൻ തിരുവനന്തപുരം സ്വദേശിയല്ലേ. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ രാവിലെ ഞാനിങ്ങനെ വാഴയില എടുത്തിട്ട് മുറിച്ചിട്ട് പിന്നെ വാട്ടിയെടുത്ത് അതിൽ ചോറും ഇച്ചിരി ചമ്മന്തിയും ഇച്ചിരി മുട്ട പൊരിച്ചതും ഇച്ചിരി മാങ്ങച്ചാറും ഇച്ചിരി മെഴുക്ക് പുരട്ടിയും ഒരു മത്തി പൊരിച്ചതും ഒക്കെ വെച്ചിട്ട് ഇവനെ അങ്ങോട്ട് ബാഗിലാക്കി ഓഫീസിൽ വിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ അമ്മമാരുടെയൊക്കെ പ്രതീക്ഷ മക്കളിലാണേ. അതങ്ങനെയാണ്. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയേ എന്ന് പറഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തുള്ളിച്ചാടി കിടന്നു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു കുഞ്ഞുണ്ടായെങ്കിൽ അങ്ങനെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ആ കൊച്ചാണെങ്കിലേ ഒന്നും പറയാം, അതൊക്കെ ഇനിയിപ്പോൾ ക്ലാസ് വല്ലതും കാണുകയാണെങ്കിൽ എനിക്ക് പണിയാൻ വേണ്ട. മോൻ്റെ കാര്യമായിരുന്നു. പിന്നൊരിക്കൽ നമുക്ക് പറയാം, നേരി കാണുമ്പോൾ പറയാം. അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ചിരുത്തി മലയാളമൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് മോനെ ഇങ്ങനെ വായിക്കേ, ഇങ്ങനെ പറയും, ഇങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കണ പോലെ പഠിപ്പിക്കും. ഇദ്ദേഹം പോയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് എഴുതിയായിരുന്നു മുമ്പ്, ഒരു 3-4 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. എഴുതിയിട്ട് വന്നിട്ട് ആദ്യത്തെ ചോദ്യം ഞാനെടുത്ത് വായിച്ചപ്പോൾ വാരി സമാന പദമേത്. അപ്പം ഞാൻ തലേ ദിവസം ഇതുപോലെ അടുത്തിരുത്തി പഠിപ്പിക്കുക. വാരി എടുക്കൂലേ നമ്മൾ, വെള്ളമൊക്കെ വാരിക്കോരി ഇങ്ങനെ കുളിക്കത്തില്ലേ. അപ്പോൾ വെള്ളം വാരി. ഉടനെ അവൻ ചോദിച്ചു, വെള്ളം വാരൂ, വെള്ളം ഒഴിക്കുകയല്ലേ ചെയ്യുന്നേ. ഞാൻ അവന് കഥയിൽ ചോദ്യമല്ല, വെള്ളം വാരി. അപ്പോൾ വെള്ളം വാരി. ഇനി സമുദ്രമായിരുന്നെങ്കിൽ വാരിധി എന്ന് വന്നേനെ. എന്തായാലും ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഞാൻ ഇന്നലെ പഠിപ്പിച്ചത് വന്നു. വാരി. മക്കൾ എന്തെഴുതി? ഓപ്ഷൻ എ വെള്ളം, ഓപ്ഷൻ ബി സമുദ്രം, ഓപ്ഷൻ സി അസ്ഥി, ഓപ്ഷൻ ഡി പിന്നെ വേലി. ഉടനെ ഇവൻ പറയാണ് വേലി എഴുതി. വേലിയോ? വേലി. എന്താ അങ്ങനെ? ആനയൊക്കെ കാട്ടിലൂടെ നടന്ന് വരുമ്പോൾ വാരിക്കുഴി തീർത്ത് വെക്കും. ആ വാരിക്കുഴിയിൽ ഇങ്ങനെ കമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വടിയൊക്കെ നിരത്തിയിട്ട് വേലി പോലെ കെട്ടിയാണ് വാരിക്കുഴി ഉണ്ടാക്കുന്നത്. ഇത്രയും ചിന്ത കാട് കയറിയോ? കാട് കയറി. കാരണം ആന ഈ വാരിക്കുഴിയിൽ വീഴും. അപ്പോൾ വേലി കൊണ്ടുണ്ടാക്കിയ കുഴിയായിരിക്കാം വാരിക്കുഴി. വീഴ്ത്തുന്ന കുഴിയാണ് വാരിക്കുഴി. ആനയെ വീഴ്ത്തുന്ന കുഴിയെ, അത് ഒറ്റപ്പദമാണേ. കണ്ടോ, വാട്ട് എ കോയിൻസിഡൻസ്. ആനയെ വീഴ്ത്തുന്ന കുഴിയാണ് വാരിക്കുഴി. ചതിക്കുഴി എന്നും പറയാം നമുക്ക് ശൈലി രൂപത്തിലാണെങ്കിൽ. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചി അപ്പോൾ വെള്ളവും വാരി. അതൊരു ഫണ്ണില്ല, അല്ലെങ്കിൽ ഒരു ചേർച്ചയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതാത്തതെന്ന്. എന്തായാലും ആൾ പിന്നെ PSC മേഖലയിലൊന്നും നിന്നില്ല. IT ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ US കമ്പനിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പണിയൊന്നുമല്ല. ഈ PSCക്കൊക്കെ പഠിക്കണം, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കണം. ഞാനും തിരിച്ചറിഞ്ഞു. നമുക്ക് തിരിച്ചറിവ് വരുമല്ലോ, മോനെ നിന്നെ കൊണ്ട് പറ്റുന്നല്ലത്. അതിനൊക്കെ ഒരു ആത്മാർത്ഥതയും ഒരു തപസ് പോലെ ഇരുന്ന് പഠിക്കേണ്ടതാണ് PSC. ഉറപ്പായിട്ട് കിട്ടും, പക്ഷേ തപസ് അനുഷ്ഠിക്കാൻ പറ്റാത്ത വിശ്വാമിത്രനായതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. യെസ്, അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് വായിച്ചോണേ. പരദേശി, അന്യദേശത്തുള്ളവൻ. ദൗഹിത്രൻ, മകളുടെ മകൻ. അപ്പോൾ ദൗഹിത്രിയോ മകളുടെ മകളാവും. ഭാഗിനേയി നമ്മൾ പഠിച്ചു അല്ലേ, സഹോദരിയുടെ പുത്രൻ. ഭാഗിനേയി സഹോദരിയുടെ പുത്രി. മനോരമ, മനസ്സിനെ രമിപ്പിക്കുന്നത്. ഇനി നോക്കൂ, വിവക്ഷ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ, പരദേശി, അന്യദേശത്തുള്ളവൻ. പരദേശി എന്താണ്? അന്യദേശത്തുള്ളവനെയാണ് നമ്മൾ പരദേശി എന്ന് പറയുന്നത്. ഇനി ദൗഹിത്രൻ ആരാണ്? മകളുടെ മകൻ. ഭാഗിനേയൻ ആരാണ്? ഭാഗിനേയൻ സഹോദരിയുടെ പുത്രൻ. മനോരമ, മനസ്സിനെ രമിപ്പിക്കുന്നത്. വിവക്ഷ, പറയാൻ ആഗ്രഹിക്കുന്നത്. ആർഷം, ആർഷേയം, ഋഷിയെ സംബന്ധിച്ചത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ആർജവം, ഋജുവായ ഭാവം അഥവാ സത്യസന്ധത. നമ്മൾ
വിപരീതത്തിലും ഈ പദം പഠിച്ചിരുന്നു. ഋഷിപ്രോക്തം, ഋഷിമാരാൽ പറയപ്പെട്ടത് അഥവാ ഋഷി പറഞ്ഞത് എന്നുള്ള അർത്ഥമാണ്. ഋഷി പറഞ്ഞത്. അടുത്ത് നോക്കണേ, ആഗ്നേയം, അഗ്നിയെ സംബന്ധിച്ചത്. ചില കുട്ടികൾക്ക് ആഗ്നേയ എന്ന് പേരിടും. അത് തീയിൽ കുരുത്തവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ആഗ്നേയം, അഗ്നിയെ സംബന്ധിച്ചത്. ആജാനുബാഹു, കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ. ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ആജീവനാന്തം, ജനനം മുതൽ മരണം വരെ. 2025 KS ഓഫീസർ ട്രെയിനി പരീക്ഷയുടെ ഒറ്റപ്പദമായിരുന്നു ആജീവനാന്തം, ജനനം മുതൽ മരണം വരെ. ആത്മീയം, സ്പിരിച്വാലിറ്റി, ആത്മാവിനെ സംബന്ധിച്ചത്. ഒന്നുകൂടെ, അഗ്നേയം, അഗ്നിയെ സംബന്ധിച്ചത്. ആജാനുബാഹു, കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ. ആജീവനാന്തം, ജനനം മുതൽ മരണം വരെ. ആത്മീയമോ, ആത്മാവിനെ സംബന്ധിച്ചത്. ആനുകാലികം എന്താണ്? കാലത്തിനനുസരിച്ചുള്ളത് ആനുകാലികം. ആനുകാലികങ്ങളിൽ എന്ന് വായിച്ചത് എന്നൊക്കെ പറയത്തില്ലേ. ഇനി ആപാദചൂടം, പാദം മുതൽ ശിരസ് വരെ. ഇനി ആപാദമധുരമോ, കേൾക്കുന്ന മാത്രയിൽ തന്നെ മധുരം ഉളവാക്കുന്നത്, പതിക്കുന്ന മാത്രയിൽ തന്നെ മധുരം തോന്നുന്നത്, അപ്രാപ്യം, എത്തിച്ചേരാൻ സാധിക്കാത്തത്. ആപേക്ഷികമോ, മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ സൗന്ദര്യമൊക്കെ ആപേക്ഷികമാണ്, അതായത് മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്ന, ഞാൻ ദർശിക്കുന്ന സൗന്ദര്യമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യ നിരീക്ഷണം, അല്ലേ? നിങ്ങളുടെ വീക്ഷണം വേറെ. ഓരോരുത്തർക്കും ഓരോ വീക്ഷണമാണ് ഓരോ കാര്യത്തിലും. അപ്പം നമുക്ക് ആപേക്ഷികം, മറ്റൊന്നിനെ സംബന്ധിച്ചുള്ളത്. ആനുകാലികം, കാലത്തിനനുസരിച്ചുള്ളത്. ആപാദചൂടം, പാദം മുതൽ ശിരസ് വരെ. ആപാദമധുരം, കേൾക്കുന്ന മാത്രയിൽ മധുരം ഉളവാക്കുന്നത്, അപ്രാപ്യം, എത്തിച്ചേരാൻ സാധിക്കാത്തത്. ആപേക്ഷികം, മറ്റൊന്നിനെ അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി ഇതം പ്രഥമം എന്താണ്? മുമ്പ് സംഭവിക്കാത്തത്, ആദ്യമായിട്ടിപ്പോൾ സംഭവിക്കുന്നത്. ഇനി ഇത് കർത്തവ്യതാമൂഢൻ, എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്നവൻ. ഉത്കർഷേച്ചു, ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ. നമ്മൾ പഠിച്ചു, ഉൽപ്പത്തിഷ്ണുവും പഠിച്ചു. മാറ്റം ആഗ്രഹിക്കുന്നയാൾ അഥവാ കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ. അപ്പം ഇതം പ്രഥമം, ഇപ്പോൾ സംഭവിക്കുന്നത്, മുമ്പുള്ളതല്ല. ഇതി കർത്തവ്യതാമൂഢൻ, എന്തു ചെയ്യണമെന്നറിയാതെ വണ്ടറടിച്ച് അന്തവും കുന്തവും പോയി കിളി പോയി നിൽക്കുന്ന അവസ്ഥ. ഇതി കർത്തവ്യതാമൂഢത്വം. ഉത്കർഷേച്ചു, ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ. ഉൽപ്പത്തിഷ്ണു, മാറ്റം ആഗ്രഹിക്കുന്ന ആള്. ഇനി ഊപ്പാട് കണ്ടോ, 2025 വന്ന ഒരു ഒറ്റപ്പദമാണ് ഊപ്പാട്. പക്ഷെ ഇത് നാട്ടുംപുറത്ത് പറയും, എൻ്റെ ഊപ്പാടിളകി, എൻ്റെ ഊപ്പാട് വന്നു, അല്ലേ? ചോറും കറിയും എല്ലാം വെച്ചെൻ്റെ ഊപ്പാട് വന്നു. ഊപ്പാട്, അത്യധ്വാനം കൊണ്ടുള്ള അവശത. ഐഹികമോ, ഇഹലോകത്തിലുള്ളത് അഥവാ ഇഹലോകത്തെ സംബന്ധിച്ചത്. ഇതിന് നേരെ വിപരീതമാണ് പാരത്രികം, പരലോക സംബന്ധം. എന്താണ്? പരലോകത്തെ സംബന്ധിച്ചത്. പരലോകത്തെ സംബന്ധിച്ചതാണെന്ത്? പാരത്രികം. ഐതിഹാസികമോ, ഇതിഹാസത്തെ സംബന്ധിച്ചത്. ഇനി എന്താണ്? കമലജൻ, കമലത്തിൽ നിന്ന് ജനിച്ചവൻ. ആരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മറ്റൊരു പേരെന്താണ്? വിരിഞ്ചൻ, നാൻമുഖൻ. വിരിഞ്ചനെന്നും നാൻമുഖനും എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? കാണാവോ? നാൻമുഖൻ, നാൻമുഖൻ. അപ്പോൾ കമലജൻ, കവന വിഷയം, കാവ്യത്തിന് വിഷയമായത് കവന വിഷയം. കളത്രം, കുലത്തെ ത്രാണനം ചെയ്യുന്നവളാണ് കളത്രം അഥവാ ഭാര്യ. ഇനി എന്താണ്? കാലാഹി, കാലമാകുന്ന പാമ്പ്. എന്താണ്? കാലമാകുന്ന അഹി അഥവാ പാമ്പ്. കാർഷികം, കൃഷിയെ സംബന്ധിച്ചതാ. കാലോചിതം, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാലത്തിന് ഉചിതമായതാ. ചരിത്രാതീതം, ചരിത്രത്തിനു മുമ്പുള്ളത്, അല്ലേ? ബിഫോർ ദ ഹിസ്റ്ററി, അങ്ങനെയൊക്കെ പറയുമോ? വേണ്ട, മലയാളം മതി. ചരിത്രാതീതം, ചരിത്രത്തിനു മുമ്പുള്ളത്. ചികീർഷ, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ആഗ്രഹം. ജനകീയമോ, ജനങ്ങളെ സംബന്ധിക്കുന്നത്. തിതീർഷു, തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള്, ഒരു ഘട്ടം കടന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നയാള്. ദിദൃക്ഷു, കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ഞാൻ ദിദൃക്ഷുവാണ്, നിങ്ങളൊക്കെ കാണണം. എനിക്ക് ഡിഗ്രി പ്രിലിംസും പിടിച്ച് മെയിൻസും പിടിച്ച് സക്സസ് മീറ്റിൽ വരുമ്പോൾ സൈലം BScയുടെ സക്സസ് മീറ്റിൽ വെച്ചിട്ട് നമ്മൾ കാണും. അതുവരെ ഞാൻ ദിദൃക്ഷു ആയിരിക്കും. പക്ഷേ ഞാൻ ധിപ്സു അല്ല. അതായത് എനിക്ക് വഞ്ചിക്കാൻ ആഗ്രഹമില്ല, ഞാൻ വഞ്ചിക്കൂല, ചതിക്കും, പക്ഷെ വഞ്ചിക്കില്ല. ഞാനൊരു ചതിയെത്തിയോ ചതിച്ചിയോ ഒന്നുമല്ല, വഞ്ചിക്കത്തുമില്ല കേട്ടോ. ധിപ്സു, നല്ല പാവമാണ്. അപ്പോൾ ധിപ്സു
വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ. നാസ്തികൻ കാണപ്പെടാത്തവയിൽ വിശ്വാസമില്ലാത്തവൻ. അതായത് ഈ പ്രേതം പിന്നെ ദൈവങ്ങളിലൊന്നും നാസ്തികർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അതാണ് നാസ്തികൻ. ഇനി നിനീഷു, നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എല്ലാവരെയും നയിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവൻ. നൈയാമികം, നിയമം അനുസരിച്ചുള്ളത്. നൈയാമികൻ, ന്യായശാസ്ത്രം പഠിച്ചവൻ. പാഷണ്ഡം എന്ന് പറഞ്ഞാൽ മതവിശ്വാസമില്ലായ്മ, മതത്തിലൊന്നും വിശ്വാസം ഇല്ലാത്തയാൾ. പാദപം, മരമാണ് പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. വേരാണ് വൃക്ഷത്തിൻ്റെ പാദം, അതുകൊണ്ടിങ്ങനെ വലിച്ചെടുത്തത് എന്ത് ചെയ്യും? കുടിക്കും. പ്രതികടം, ചോദ്യത്തിന് ചോദ്യം ചോദിക്കുന്നതിനെയാണ് പ്രതികടം എന്ന് പറയുന്നത്. പ്രതിലോമമോ, ക്രമത്തിന് വിപരീതമായത് പ്രതിലോമം. പ്രതിലോമ ചിന്തകളെന്ന് പറഞ്ഞാൽ നേരെ വിപരീത രീതിയിലുള്ള ചിന്ത. പ്രതിഷ്ഠാപകൻ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കുന്നവൻ. ഇപ്പം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവന് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ആരാ? ഒരു പ്രതിഷ്ഠാപകനാണ്. ഓക്കെ അല്ലേ? പ്രത്യുത്തരം, എന്നാൽ അവിടെ പ്രതിഷ്ഠിക്കുന്നതിനെ പ്രതിഷ്ഠിതം എന്ന് പറയും. അവിടെ പ്രതിഷ്ഠിതനാണ്. അവിടെ ഇപ്പോൾ ശിവൻ അവിടെ പ്രതിഷ്ഠിതനും ശ്രീനാരായണ ഗുരു അവിടെ പ്രതിഷ്ഠാപകനുമാണ്. ഇനി പ്രത്യുത്തരം, മറുപടിക്കുള്ള മറുപടി. ഒരു ഉത്തരം പറഞ്ഞാൽ അതിൻ്റെ മറുപടിയാണ് പ്രത്യുത്തരം. പ്രത്യുദാഹരണം, ഉദാഹരണത്തിന് വിപരീതമായതാണ് പ്രത്യുദാഹരണം. പ്രത്യുൽപ്പന്നമതിത്വമോ, സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ബുദ്ധി, സാഹചര്യത്തിനനുസരിച്ച് പ്രയോഗിക്കുന്ന ബുദ്ധിയാണ് പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രത്യുദ്ഗമനീയം? എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാൻ തോന്നുന്നത്. ചില ഇതൊക്കെ നടക്കുന്ന സമയത്തെയും നമ്മുടെ റിയാലിറ്റി ഷോയൊക്കെ നടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ പ്രത്യുദ്ഗമനീയം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഡിഗ്രി പ്രിലിംസൊക്കെ എഴുതുന്ന മക്കൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് ആണെങ്കിലും കേസ് പോലും എഴുതുന്ന മക്കളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമായ ഒരു ഏരിയയാണ് ഈ പര്യായം സമാനപദം എന്ന് പറയുന്ന ഏരിയ. ചോദിക്കും, അയ്യോ ഗുരു ഇതെങ്ങനെ പഠിക്കും, നമ്മൾ ഇതെങ്ങനെ സെറ്റാക്കും? പക്ഷെ ഇത് പഠിച്ചേ പറ്റൂ. ലോജിക്ക് വെച്ചല്ല, കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇത് പര്യായം എന്ന് പറയുന്നത് തന്നെയാണ് സമാനപദവും. അതായത് ഇപ്പം ഗഗനം എന്ന പദത്തിന് സമാനമായ പദമേതാ? നഭസ്. അപ്പോൾ അതുപോലെ തന്നെ ആകാശത്തിൻ്റെ പര്യായമായ പദമേത്? ഇത്രയും പദങ്ങൾ ആകാശം എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ. അപ്പോൾ പകരം ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പകരം ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ഈ പര്യായ പദം എന്ന് പറയുന്നത്. സെയിം അർത്ഥം വരുന്ന പദങ്ങളെയാണ് നമ്മൾ സമാന പദം എന്ന് പറയുന്നത്. പക്ഷെ ഒരു പഠനം മതി. സമാനപദം പ്രത്യേകം, പര്യായപദം പ്രത്യേകം, അങ്ങനെ പഠിക്കേണ്ട. ഒരൊറ്റ പഠനത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആകാശം മാറും, വാനവും മാറും, ഗഗനവികായസ് നഭസപ്രം. കൂട്ടിയ കൂടൂല മക്കളെ, അല്ലാണ്ട് കാണാതെ പഠിക്കേ. ആകാശം, വാനം, ഗഗനം, വിഹായസ്, നഭസ്, അഭ്രം, അംബരം, ഗഗനം, താരാപഥം, ചേതോഹരം, ദ്യോവ്, വ്യോമം. അപ്പോൾ ഇതൊക്കെ ആകാശത്തിൻ്റെ പര്യായമാണ്. അമ്പരം, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ഇനി അമ്പരത്തിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഒന്ന് ആകാശം, ഒന്ന് വസ്ത്രം. വസ്ത്രം എന്നുകൂടി നീലാംബരൻ അല്ലേ, പീതാംബരൻ എന്നൊക്കെ പറയും. അപ്പോൾ വാനം, ഗഗനം, വിഹായസ്, നഭസ്, അഭ്രം, അംബരം, ഗഗനം, താരാപഥം, ദ്യോവ്, വ്യോമം, ബീഠം എന്നൊരു പദമുണ്ട്. ബീഠം. ഇതൊക്കെ ആകാശത്തിൻ്റെ പര്യായപദങ്ങളാണ്. ഇനി ഭൂമി, ധര, ധരിത്രി, പിന്നെന്താണ് ധരണി, അവനി, ക്ഷമായാരാണ്? ഭൂമി. ക്ഷിതി, പൃഥ്വിരാജൻ, ഭൂമിരാജൻ, മഹി, വസുധ, ഉർവി, ഇള ഭൂമിയാണ്. മേദിനിയും ഭൂമി തന്നെ. ഈ ഭൂമി, ആകാശം, നക്ഷത്രം ഒക്കെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ധര, ധരിത്രി, ധരണി, അവനി, ക്ഷമ, ക്ഷിതി, പൃഥ്വി, മഹി, വസുധ, ഉർവി, ഇള, മേദിനി. ഇനി നക്ഷത്രമോ? താരം, താരകം, ഉഡു, ഋക്ഷം. നക്ഷത്രത്തിൻ്റെ പര്യായ പദങ്ങളാണ്. നക്ഷത്രത്തിൻ്റെ പര്യായം. ഇനി അഗ്നിയുടെ പര്യായ പദങ്ങൾ നോക്കൂ. പാവകൻ, വഹ്നി, ദഹനൻ, ജാതവേദസ്. എന്താണ്? ജാതവേദസ്, ജ്വലനൻ, ബർഹിസ്. എന്താണ്? ബർഹിസ്, അനലൻ, രോഹിതാശ്വൻ,
വായുസഖൻ ശിഖാവൻ ഹിരണ്യരേതസ് ഹുതഭുക്ക ദഹനൻ സപ്താർച്ചിസ വിഭാവസ് എന്നിങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അണ്ടർലൈൻ ചെയ്തത് പഠിച്ചു വെച്ചാൽ മതി. പാവകൻ, വഹ്നി, ദഹനൻ, ജാതവേദസ്, അനലൻ, ജ്വനലൻ, ജ്വലനൻ, ജ്വലനല്ല, ജ്വലനും പറയാം. ഇത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. ഇത്രയാണ് അഗ്നിയുടെ പര്യായം. ഇനി ഇന്നലെ APO പരീക്ഷ നടന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു മെനിങ്ങാന്നല്ലേ. തടിനി എന്താണെന്ന്. പുഴ, വാഹിനി, തരംഗിണി, സരിത്ത, തടിനി, ധുനി, നിമനക, ആപക, കുല്യ, നിർച്ഛരി, പയസ്വിനി, ദീപവതി, സ്രോതസ് ഒക്കെ നദിയുടെ പര്യായമാണ്. കല്ലോലിനിയും പറയാം നമുക്ക്. കല്ലോലം എന്ന് പറഞ്ഞ ഓളമാണ്, അതുള്ളത് കൊണ്ട് കല്ലോലിനി എന്ന് വിളിക്കും. തരംഗവും ഓളമാണ്, അപ്പോൾ അതുള്ളത് കൊണ്ടാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? തരംഗിണി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നദിയുടെ പര്യായം. ഇനി വെള്ളം. ദാണ്ടെ മോനെ പഠിപ്പിച്ചില്ലേ വാരിയെടുത്തത് കോരിയെടുത്തതൊക്കെ. അപ്പോൾ വെള്ളം സലിലം, തോയം, വാരി, ജലം, അപ്പ, ഉദകം എന്നും പറയും. എന്ത് പറയും? ഉദകം വെള്ളമാണ്. പത്മരാജൻ്റെ ഉദകപ്പോള അത് തന്നെ, അതിനെ ആസ്പദമാക്കിയാണ് തൂവാന തുമ്പികൾ എന്ന സിനിമയുണ്ടായത്. അപ്പോൾ ഉദകം വെള്ളമാണ്. അത് ആ വെള്ളം വെച്ചിട്ട് ക്രിയകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഉദകക്രിയ എന്ന് പറയുന്നത്. വെള്ളവും പൂവും, വെള്ളവും ചന്ദനവും, വെള്ളവും എള്ളും, വെള്ളവും അങ്ങനെ എല്ലാം വെള്ളം വെച്ചിട്ടാണ് അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഉദകക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം സലിലം, തോയം, വാരി, ജലം, അപ്പ്, ഉദകം. ഇനി വള്ളം. തോണി, വഞ്ചി, തരണി. എന്താണ്? തരണി, തരിത്രം, ഓടം, പള്ളിയോടം അല്ലേ, ഓടം. ഇനി കരയ്ക്കാണ് തീരമെന്നും കൂലമെന്നും പറയുന്നത്. കരയില്ലേ, കര അത്. ഇനി കല്ലിന് ശില, പാഷാണം, ഉപലം, അശ്മം, ഗ്രാവം. ഇതെല്ലാം നമ്മൾ പാഷാണം, കല്ല്. എന്നാൽ പാഷാണത്തിന് വിഷം എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. പാഷാണം ഷാജി അത് തന്നെ. ഇനി മണ്ണ്. പൂഴി, മൃത്തിക, മൃത്ത് ഒക്കെ മണ്ണിൻ്റെ പര്യായമാണ്. രാത്രിയുടെ പര്യായം നോക്കൂ. നിശ, നിശീദിനി, രജനി, നക്തം, യാമിനി, ശർവരി, വിഭാവരി, അല്ല്, തമസ്വിനി, ത്രിയാമ, ക്ഷണത. അപ്പോൾ ഇങ്ങനെ രാത്രിയുടെ ഒരു പാട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയൊന്നുമല്ല, ശരിക്കുള്ള പാട്ടാണ് ക്ഷണത. ഇനി നിശീധിനി, യക്ഷുണി വരുമ്പോൾ ഉള്ള പാട്ട്. അതുപോലെ തന്നെ യാമിനി, സന്ധ്യകൾ, അങ്ങനെയൊക്കെ. യാമിനി രാത്രിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിശ, നിശീധിനി, രജനി പുഷ്പം. അപ്പോൾ രജനി. നക്തം രാത്രിയാണ്. നക്തഞ്ചരൻ എന്ന് വിളിക്കുന്നത് ഈ യക്ഷന്മാരെയും കിന്നരന്മാരെയും രാത്രിയിൽ സഞ്ചരിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നക്തഞ്ചരൻ. ഇനി യാമിനി, ശർവരിയും ഒക്കെ രാത്രിയുടെ പര്യായമാണ്. വിഭാവരി, അതുപോലെ അല്ല്. ഓക്കെ. തമസ്വിനി, ത്രിയാമ, ക്ഷണത. ഇനി അല്ലലാണെങ്കിൽ ദുഃഖം. ദുഃഖം. ഇനി ശൈലികൾ, പഴഞ്ചൊല്ലുകളിലേക്ക് നമുക്ക് പോവാം. പ്രധാനപ്പെട്ട കുറച്ച് ശൈലികൾ നോക്കാം. അഞ്ചാം പത്തി എന്ന് പറഞ്ഞാൽ ആരാണ്? അഞ്ചാം പത്തി ഒറ്റുകൊടുക്കുന്നവൻ, മറ്റുള്ളവരെ ചതിക്കുന്നവൻ. അങ്ങനെ ഒറ്റുകൊടുക്കുന്നവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഞ്ചാം പത്തിക്കാരൻ എന്ന് പറയുന്നത്. ഇനി ഒറ്റുകൊടുക്കാൻ സഹായിക്കുന്നവൻ. അപ്പം യൂദാസ്, റോമൻ ചക്രവർത്തിമാർക്ക് ജീസസ് ക്രൈസ്റ്റിനെ ഒറ്റുകൊടുക്കാൻ സഹായിച്ചു. അതുകൊണ്ട് നമ്മുടെ യൂദാസ് ഒരു അഞ്ചാം പത്തിക്കാരനാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് കോളം. എന്താണ്? ഫിഫ്ത്ത് കോളം. ഇനി ഇരുതലമൂരി ആരാ? രണ്ടു പക്ഷത്തും ചേരുന്നവനാണ് ഇരുതലമൂരി. രണ്ട് തലയ്ക്കും കൊളുത്തുന്നവൻ, രണ്ട് തലയും കൊളുത്തുന്നവൻ ഇരുതലമൂരി. ഇരുപക്ഷത്തും ചേരുന്നവൻ. ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മനഃപൂർവ്വം നിന്ദിക്കുക. ഇരുതലയും കൂട്ടിമുട്ടിക്കുക, വരവും ചെലവും സമമാക്കുക. നമ്മൾ പറയില്ല വരവിനൊത്തേ ചെലവാക്കാവൂ എന്ന് പറയും. അപ്പം ഇരുതലയും കൂട്ടിമുട്ടിക്കുകയാണ്, വരവും
ചെലവും സമമാക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? ഇരുതലയും കൂട്ടിമുട്ടിക്കുക. ഇനി എന്താണ് ഉട്ടോപ്യ? ഉട്ടോപ്യയുടെ അർത്ഥം എന്താണ്? ഉട്ടോപ്യ പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്യയുടെ അർത്ഥമാണ് പ്രായോഗികമല്ലാത്തത്. ഓക്കെ അല്ലേ? ആ ഉട്ടോപ്യൻ രീതി, ഉട്ടോപ്യൻ കൾച്ചർ എന്നൊക്കെ പറയും. ഒട്ടും തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റാത്തത്. ഉമ്മാക്കി കാട്ടുക, ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒന്നുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഉമ്മാക്കി കാട്ടുക. ഇനി ഉഴലൂർ ദേവസ്വമോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ. ഇപ്പം നിങ്ങൾ വീട്ടിലേതെങ്കിലും നമ്മളെപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ബന്ധുക്കളില്ലേ, വരുമ്പോൾ ചോദിക്കും, അർജുൻ അശോക് പിണങ്ങും, അവനെ ഞാൻ സൂരജ്, അതെ സൂരജേ എന്താ ഇപ്പം പണി നിനക്കാ? സൂരജ് അങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഉഴലൂർ ദേവസ്വത്തിലാങ്കിളെ പണി. അപ്പോൾ പിന്നെ നമ്മൾ കള്ളം പറഞ്ഞതും ആയില്ല, അവർക്ക് ഒരു ഇത് വരട്ടെ, അതല്ലെങ്കിൽ അവർക്ക് എന്താ കുശുമ്പ് വരട്ടെ, അസൂയ വരട്ടെ. അതുകൊണ്ട് ഇങ്ങനെ സൂരജ് പറയും, അങ്ങനെ ഞാൻ ഉഴലൂർ ദേവസ്വത്തിലാണ്. തൽക്കാലം അലഞ്ഞു തിരിഞ്ഞാണ് സൂരജ് നടക്കുന്നത്, ജോലി ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ പറയാം, ഞാനിപ്പോൾ ഉഴലൂർ ദേവസ്വത്തിലാണ്, പിന്നീട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. അതന്നെ, നമ്മൾ കുട്ടിക്ക് വിഷമം തോന്നരുതല്ലോ. അപ്പോൾ സൂരജ് പറയും, ഞാനിപ്പോൾ ഉഴലൂർ ദേവസ്വത്തിൽ, പക്ഷേ ഞാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. പിന്നല്ല നമ്മളടുത്ത കളി. ഇനി അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ജോലി ആയില്ലേ? അയ്യോ ജോലി ആയല്ലോ, ഉഴലൂർ ദേവസ്വത്തിലെ. അത് തന്നെ. ഇനി എള്ള് കീറുക, കർശനമായി പെരുമാറുക. എള്ളു കീറുക, കർശനമായി പെരുമാറുക, അതിനെയാണ് എള്ളു കീറുക എന്ന് പറയുന്നത്. ഇനി ഏട് കെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക. ഇതെല്ലാം PYQs ആണേ. ഓക്കെ, അപ്പോൾ അല്ല നീ ഇപ്പം എന്താ ചെയ്യുന്നത് സിദ്ധാർത്ഥേ? ശ്രീഹരി, കണ്ണൻ ദേവ എന്ത് ചെയ്യുന്നു? അപ്പം കണ്ണൻ ദേവൻ പറയും, ടീച്ചറെ ഞാൻ ഏട് കെട്ടി. എന്ത് ചെയ്തു? ഏട് കെട്ടി. പഠിത്തം അവസാനിപ്പിക്കുന്നതിനാണ് ഏട് കെട്ടുക എന്ന് പറയുന്നത്. ഇനി കടലിൽ കായം കലക്കുക, അധികം വേണ്ടിയിടത്തൊരല്പം നൽകുക. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തിയല്ല, കണ്ടോ, പ്രവൃത്തിയാണ്. PSCക്ക് എന്തോ ആവാം, പ്രവൃത്തി. ഇനി നോക്കണേ, കടവടുപ്പിക്കുകയല്ല, കടവടുപ്പിക്കുക, ഒരു സ്ഥാനത്ത് എത്തിക്കുക. നിൻ്റെ ഒരു കടവത്ത് എത്തിച്ചിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു കടവെത്തട്ടെ, കടവടുപ്പിക്കണം. തോണി ഇങ്ങനെ കടവിലോട്ട് എത്തിച്ചേർക്കണം, ഒരു സ്ഥാനത്ത് എത്തിക്കുക. ഇനി എന്താണ് കാകദന്ത ഗവേഷണം? നിഷ്ഫലയത്നം. നമ്മൾ കാക്കയുടെ വായിൽ പല്ലുണ്ടോ എന്ന് എണ്ണി നോക്കല്. കാക്കയ്ക്ക് പല്ലുണ്ടോ? ഇല്ലല്ലോ, ചുണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ കാകദന്ത ഗവേഷണം നിഷ്ഫലയത്നം. പശുവിന് പല്ലുണ്ടുക എന്നൊക്കെ പറയും. അതുപോലെ കാകദന്ത ഗവേഷണം നിഷ്ഫല പ്രവൃത്തി. കാക്ക പിടിക്കുക, സേവ പറയുക. നമ്മൾ പറയില്ലേ കാക്ക പിടുത്തം, സേവ പറച്ചിലെന്നുള്ള അർത്ഥം. മണിയടിക്കൽ, കാപ്പ് കെട്ടുക, ഒരുങ്ങുക. കാടും പടലും തല്ലുക, അപ്രസക്തമായത് പ്രതിപാദിക്കുക. നമ്മൾ പറയൂലേ, പിന്നെന്താണ്, പശുവിനെ കുറിച്ച് 5 വാക്യങ്ങൾ എഴുതുക. പശു നമുക്ക് പാല് തരും, പശുവിനെ നമ്മൾ തെങ്ങിലാണ് കൊണ്ട് കെട്ടുന്നത്. തെങ്ങ് നമുക്ക് തേങ്ങ തരും, തേങ്ങ നമുക്ക് കറി വയ്ക്കാം. തേങ്ങ മാത്രമല്ല, ഓലയെ കൊണ്ട് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. പശുവിനെ പറഞ്ഞ് പശുവിനെ കെട്ടുന്ന തെങ്ങിലോട്ടായി ശ്രദ്ധ. ഇതിനെയാണ് കാടും പടലും തല്ലുക, അപ്രസക്തമായത് പ്രതിപാദിക്കുക. ഇനി എന്താണ്? ചെണ്ട കൊട്ടിക്കുക, പരിഹാസ്യനാക്കുക, ചതിക്കുക. നഖശിഖാന്തം, അടിമുടി മുഴുവനായും എല്ലാ അടവും പ്രയോഗിച്ച് അടിമുതൽ മുടി വരെ കംപ്ലീറ്റ്. നഖശിഖാന്തം എതിർക്കണം അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ്? നീലക്കൊടുവേലി, അപൂർവ വസ്തു. ഇന്ന് വരെയും ഇല്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ നീലക്കൊടുവേലി എന്ന് പറയുന്നത്. ഇനി നെല്ലിപ്പടി കാണുക, അടിസ്ഥാനം വരെ കാണുക, അങ്ങേയറ്റം വരെ കാണുക. അതിനെയാണ് നമ്മൾ ഇന്ന് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നെല്ലിപ്പടി കാണുക എന്ന് വെച്ചാൽ, നെല്ലിപ്പടി ഈ കിണറില്ലേ, കിണർ വെട്ടി ചെല്ലുമ്പോൾ അവസാനം ഒരു തൊടി ഉണ്ടാവും, ലാസ്റ്റ് തൊടി. ആ തൊടിയിന്മേൽ കുറുകെ ഒരു നെല്ലിപ്പലകയിടും. ഔഷധ ഗുണത്തിന് വേണ്ടിയും വെള്ളം ശുദ്ധമാക്കാൻ വേണ്ടിയൊക്കെയാണ്. ഇന്നത്തെ പോലെ പൈപ്പ് കണക്ഷനൊന്നും പണ്ടില്ലല്ലോ. പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിൽ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്കൊന്നും അന്ന് വയ്യ.
അപ്പോൾ അമ്മ ഇങ്ങനെ കുറേ പാത്രങ്ങൾ വറക്കി വെച്ച് തരും, വലിയ വലിയ അണ്ടാവുകൾ, വലിയ കലമൊക്കെ. അപ്പോൾ അത് നിറച്ച് വെള്ളം കോരി കൊടുക്കണം, അകത്ത് കൊണ്ട് വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് അന്ന് പ്രായമുള്ളവരെ കൊണ്ട് വലിയ ജോലിയൊന്നും നമ്മൾ ചെയ്യിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ വെള്ളം അമ്മയ്ക്ക് കുളിക്കാനൊക്കെ ഉള്ള വെള്ളം എല്ലാം കിണറിൽ നിന്ന് തന്നെ കോരണം. അപ്പോൾ രാവിലെ അതൊരു ജോലിയാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പലക കുറുകെ ഇട്ടേക്കുന്നത്. അപ്പോൾ അമ്മയോട് പറയും, അമ്മയോ ദേ ഒരു പലക കിടക്കുന്നു. അപ്പോൾ അമ്മ പറയും അതാണ് നെല്ലിപ്പലക. കിണർ വെട്ടി ചെല്ലുമ്പോഴത്തേക്ക് ലാസ്റ്റ് തൊടിയിലൊരു പലക ഇടും, അതാണ് നെല്ലിപ്പലക. ഈ നെല്ലിപ്പലകയിലെ ഔഷധ ഗുണങ്ങൾ വെള്ളത്തിലോട്ട് മറിജാവും. അപ്പം അങ്ങനെ നല്ല വെള്ളം കുടിക്കാനൊക്കെയാണ് ഈ നെല്ലിപ്പലക ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ആ വെള്ളം നമ്മൾ കിണർ വെള്ളമൊക്കെയാണ് കോരുന്നത് തന്നെ. അപ്പോൾ എന്നിട്ട് ഒരു നല്ല അലക്കി തേച്ച തോർത്തുണ്ടല്ലോ, അത് നേരെ ഒരു വലിയ കലത്തിൽ വെക്കും, വായിക്കെട്ടി വെച്ചിട്ട് അതിലോട്ട് ഒഴിക്കും വെള്ളം. അത് കുടിക്കാനുള്ളത്, തിളപ്പിച്ച് കുടിക്കാനുള്ളത്. പിന്നെ അല്ലാണ്ട് പാചകത്തിനൊക്കെ ഉള്ളത് വലിയ കലങ്ങളിൽ. എന്തോരം ജോലിയാണെന്നറിയോ? 7-8 മണിക്ക് എണീറ്റ് ഈ വെള്ളം അത്രയും കോരി നിറച്ച് അമ്മയ്ക്ക് കുളിക്കാനൊക്കെ ഉള്ള വെള്ളം എല്ലാം കോരി നിറച്ചിട്ട് വേണം കോളേജിലൊക്കെ ഓടാൻ. ഇന്നത്തെ പോലെ ഇങ്ങനെ ഇറങ്ങി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് ചോറ് പാത്രത്തിൽ ചോറൊന്നും തരൂല, എല്ലാ ജോലിയും ചെയ്യണം. അമ്മിയിലരയ്ക്കണം, അമ്മയിലൊക്കെ അരച്ചൊക്കെ കൊടുക്കും. അമ്മമാർക്കൊക്കെ പണ്ടെല്ലാവർക്കും സുഖമില്ലായ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. അതെ, അപ്പം അതുകൊണ്ടാണ് ഏറ്റവും അറ്റത്തുള്ളതെന്നുള്ള അർത്ഥത്തിൽ പറയും ക്ഷമയുടെ നെല്ലിപ്പടി കാണുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു ഞാൻ, ഏറ്റവും അവസാനത്തത് അങ്ങേറ്റം വരെ എത്തുക. പമ്പ കിടക്കുക, നമ്മൾ പറയും അയ്യോ അവൻ പമ്പ കിടന്നു, അതായത് തോറ്റോടുക, പമ്പരം ചുറ്റിക്കുക, പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക, വട്ടം കറക്കുക, പമ്പരത്തിന് പോലെ ഇട്ട് കറക്കി കളയുക. ഇനി പാഷാണത്തിൽ കൃമി, അതെനിക്കിഷ്ടപ്പെട്ടു. 2025 ചോദ്യം തന്നെയായിരുന്നു പാഷാണത്തിൽ കൃമി. ഇത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല കേട്ടോ. കാരണം ചിലത് LD ടൈപ്പിസ്റ്റാണ്, ചില സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 2025 പാഷാണത്തിൽ കൃമി, മഹാദുഷ്ടൻ, പാഷാണം വിഷം, അതിലും കൂടി സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദുഷ്ടനായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് പാഷാണത്തിൽ കൃമി എന്ന് പറയുന്നത്. പടികടത്തുക, പുറത്താക്കുക, പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്നൊക്കെ പറയണ പോലെ. ഇനി നമ്മളിവിടെ നോക്കുന്നത് പഴഞ്ചൊല്ലാണ്. ഇതെന്താണെന്നറിയാമോ? ഇത്രയും നേരം ശൈലിയാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് പഴഞ്ചൊല്ലുകൾ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ശൈലിയും പഴഞ്ചൊല്ലും തമ്മിലുള്ള വ്യത്യാസമെന്ന് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? ശൈലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒറ്റ പദമായിട്ട് നിൽക്കും. പഴഞ്ചൊല്ലാകട്ടെ പ്രസ്താവന രീതിയിൽ കുറച്ച് ദൈർഘ്യം ഉണ്ടാവും പഴഞ്ചൊല്ലിന്. ഇപ്പോൾ ഉദാഹരണത്തിന് അതൊരു പ്രസ്താവന രീതിയിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഉരല് ചെന്ന് മദ്ദളത്തോട് സങ്കടം പറയുക. അതായത് ഒരാളുടെ ദുഃഖം അതിനേക്കാൾ ദുഃഖിക്കുന്ന മറ്റൊരാളോട് പോയി പറയുക. ശൈലിയിൽ പറയും ഉലൂഖല മൃദംഗ ന്യായം. എന്തു പറയും? ഉലൂഖല മൃദംഗ ന്യായം. എന്താ പറയുക? ഉലൂഖല മൃദംഗം. ഉലൂഖലം ഉരല്. ഉലൂഖലം എന്താണ്? ഉരല്. അപ്പോൾ ഉരല് ചെന്ന് മദ്ദളത്തിനോട് പരാതി പറയുക. ചെറിയ കഷ്ടം അനുഭവിക്കുന്നവൻ വലിയ കഷ്ടം അനുഭവിക്കുന്നവനോട് പോയി പ്രാരബ്ധങ്ങൾ പറയുക. പ്രാരാബ്ധമല്ല, പ്രാരബ്ധം. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകുകയും അരുത്. നഷ്ടം കൂടാതെ ലാഭം നേടണമെന്ന ചിന്ത. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, നല്ലപോലെ അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം. എഴുതാപ്പുറമായിക്കരുതെന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുണ്ടെന്ന് അടിക്കരുത്. അനാവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട? പരിഗണിക്കണ്ട. ഇനി എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക. ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ച് നാശം വരുത്തുക. നമ്മൾ പറയില്ലേ, അയ്യോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വലിയ നാശനഷ്ടമുണ്ടാക്കി വയ്ക്കുക. ഏട്ടിലെ പശു പുല്ല് തിന്നാറില്ല. പുസ്തകത്തിൽ ഒരു പശുവിൻ്റെ പടമുണ്ടെങ്കിൽ അത് പുല്ല് തിന്നുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. എഴുത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. അപ്പോൾ ഇത്രയാണ് പഴഞ്ചൊല്ല് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി പരിഭാഷ നോക്കാം. ടോക്കൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സൂചനാ പണിമുടക്ക്. ടോക്കൺ സ്ട്രൈക്ക് എന്താണ്? സൂചനാ പണിമുടക്ക്. ടു മെനി കുക്ക് സ്പോയിൽ ദ ബ്രോത്ത്. ആളേറിയാൽ പാമ്പ് ചാവില്ല, ആളു കൂടിയാൽ പാമ്പ് ചാവില്ല. ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. പുത്തനച്ചി പുരപ്പുറം തൂക്കും. ആരംഭശൂരത്വം. എന്നാൽ ആരംഭശൂരത്വം എന്ന് വരില്ല, അത് ഫ്ലാഷ് ഇൻ ദ പാൻ ആണ്. ഫ്ലാഷ് ഇൻ ദ പാൻ.
എന്ന് വെച്ചാൽ എന്താണ്? ആരംഭശൂരത്വം. ആരംഭശൂരത്വം അത് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഊർജ്ജസ്വലത എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. അപ്പോൾ ഇനി നോക്കൂ, ടു ലെറ്റ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, രഹസ്യം പുറത്താക്കുക, ചെമ്പ് പുറത്താക്കുക. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. എനിക്കും എൻ്റെ മക്കളുടെ അടുത്ത കഥ പറയാനുള്ളത്, നമ്മൾ ഈ ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് എന്ന് കിട്ടോ അങ്ങനെയല്ല. വേണമെങ്കിൽ ചക്ക നമുക്ക് വേരിലും കായ്ക്കും. ബട്ട് വേണമെന്ന് ചിന്തിക്കണം, അല്ലേ? അതൊക്കെ മാറ്റിവെച്ച്, ടെൻഷനൊക്കെ മാറ്റിവെച്ച് നല്ല ഉജ്ജ്വലമായി തന്നെ പ്രകടനം നടത്തണം. അപ്പം നമുക്ക് നേടാനും പറ്റും. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഇനി ഹോം ട്രൂത്ത്, അപ്രിയ സത്യം, കേൾക്കാൻ താല്പര്യമില്ലാത്ത സത്യമായ കാര്യങ്ങളാണ് ഹോം ട്രൂത്ത് എന്ന് പറയുന്നത്. ഇനിയുണ്ട് നേക്ഡ് ട്രൂത്ത്. നേക്ഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നഗ്ന സത്യം. നേക്ഡ് ട്രൂത്ത്, നഗ്ന സത്യം. ആസ് യു സോ സോ യു റീപ്പ്, വിതച്ചതേ കൊയ്യൂ. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്നൊരു ചൊല്ലുണ്ട്, അല്ലേ? വിതച്ചത് എന്താണോ അതേ കൊയ്യൂ. അതേസമയം ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? വിത്തുഗുണം പത്തുഗുണം, വിത്തുഗുണം പത്തുഗുണം, വിത്തുഗുണം പത്തുഗുണം. അതാണ് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ഇനി ആസ് യു സോ സോ യു റീപ്പ്, വിതച്ചതേ കൊയ്യൂ. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്, കാറ്റുള്ളപ്പോൾ തൂറ്റണം, അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ പാറ്റണം. നെല്ലും പതിരും കതിരും വേർപിരിഞ്ഞ് കിട്ടും നമുക്ക്. കതിരെല്ലാം അവിടെ കിടക്കും, പതിരെല്ലാം താഴെ പോകും. അതുകൊണ്ടാണ് കാറ്റുള്ളപ്പോൾ പാറ്റണം. മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അപ്പോൾ കാറ്റുള്ളപ്പോൾ പാറ്റണമെന്ന് ചൊല്ലിൻ്റെ അല്ലെങ്കിൽ ആ ശൈലിയുടെ ഒരു മീനിങ് എന്താണെന്ന് ശൈലിയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന്. അതായത് നമുക്കെന്താണ്? മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ, സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ പ്രവർത്തിക്കുക. ഇനി റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ, പയ്യെ തിന്നാൽ പനയും തിന്നാം. ക്യാരി കോൾസ് ടു ദ ന്യൂ കാസിൽ, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക. അതായത് ഒരു കാര്യം ഒരുപാട് ഉള്ളെടുത്ത് അത് കൊണ്ടു ചെല്ലുക എന്നോ, അനൗചിത്യമായി പെരുമാറുക, ഉചിതമല്ലാതെ പെരുമാറുക എന്നൊക്കെ പറയാം. ഇനി ബോറോഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, ചേരേണ്ടതേ ചേരൂ. ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്, അല്പജ്ഞാനം ആപത്ത്. ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. മോശം സ്ഥിതിയെ മുതലെടുക്കുക. ആഡ് ഫ്യൂൽ ടു ദ ഫയർ, എരുതിയിൽ എണ്ണ ഒഴിക്കുക. എന്താണ്? എരുതിയിൽ എണ്ണ ഒഴിക്കുക. ആഡ് ഫ്യൂൽ ടു ദ ഫയർ. ഇനി ഗോർദിയൻ നോട്ട് എന്താണ്? ഊരാക്കുടുക്ക്, ഒരിക്കലും രക്ഷപ്പെട്ട് വരാൻ പറ്റാത്തവണ്ണം കുരുക്കിൽപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോർദിയൻ നോട്ട് അഥവാ ഊരാക്കുടുക്കെന്ന് പറയുന്നത്. ഇനി നോക്കൂ, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്. ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളായ ഏറ്റവും പ്രധാനപ്പെട്ട പല പരീക്ഷയ്ക്കും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു കണ്ടൻ്റാണിത്. നോക്കണേ, ല് അങ്ങ് പോയിട്ട് ന് വരുന്നു. കല് അധികം മതം, ല് പോയി, ഇവിടെ ന് വന്നു. ന് മാ ചേർന്നപ്പോഴാണ് ഇൻമ കിട്ടുന്നത്. അപ്പം കല് അധികം മതമാണ് കന്മതം. കല് അധികം മതിൽ, കന്മതിൽ. നല് പ്ലസ് മാ, നന്മ. തിലുമായാണ് തിന്മ. തില് പ്ലസ് മാ, തിന്മ. നെല് അധികം മണി, നെന്മണി. മേല് മാ, മേന്മ. മേല് അധികം മേൽ, മേന്മേൽ. ഇവിടെയെല്ലാം ല് അങ്ങ് പോയിട്ട് ന് വന്ന് അടുത്തുള്ള മായുമായി ചേരുമ്പോൾ ഇന്മയായി മാറും. ഇനി കേരള പാണിനീയ പ്രകാരമുള്ള പദങ്ങളാണ്, നിയമപ്രകാരമുള്ള പദങ്ങളാണ്. നിയമത്തിൻ്റെ നൂലാമാലകളിലേക്ക് പോണ്ട, ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. കുരുന്ന് ഓല, കുരുത്തോല. നല് നൂല് അല്ലെങ്കിൽ നല് നിലം, നന്നിലം. നല് എന്ന് കൊടുക്കാം. നല് നിലം, നന്നിലം. പൂവനധികം പഴം, പൂവമ്പഴം. നല് പ്ലസ് നൂൽ ചേർത്തെഴുതുമ്പം നന്നൂൽ. നന്നൂൽ എന്ന് പറയുന്ന ഒരു പഴയ തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് നന്നൂൽ. നൂലെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ശ്ലോകം, കാവ്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി മുൻ, പിൻ, പൊൻ എന്നിവയ്ക്ക് ശേഷം എന്നിവ വന്നാൽ അത് പോയിട്ട് പകരം ല് വരും. ഓക്കെ അല്ലേ? ഇപ്പം ഇൻ പോയി ല് വരുന്നതിന് ഉദാഹരണമാണിത്. പൊന്നധികം കതിർ, പൊലിക്കതിർ. പൊന്നധികം തിങ്കൾ, പൊലിത്തിങ്കൾ. പൊന്നധികം കുടം, പൊലിക്കുടം. തിരുമുൻ പ്ലസ് കാഴ്ച,
തിരുമുലിക്കാഴ്ച. പിൻ പ്ലസ് കാലം പിലിക്കാലം, തൻ പ്ലസ് കാലം തലിക്കാലം, മുൻ പ്ലസ് കാലം മുലിക്കാലം. ഇനി പല മക്കൾക്കൊരു ഡൗട്ട് കാണും, ഈ ഇൻ പോയി ല് വന്നു. ഇവിടെ എല്ലാം സംഭവിച്ചത് എന്താണ്? ഇവിടുത്തെ ഇൻ അങ്ങ് പോയിട്ട് ഒരു ല് വരും. പൊൻ, മുൻ, പിൻ, തൻ, ഇവിടെയെല്ലാം ഇൻ പോയി ല് വരുന്നു. പക്ഷെ കാ ഇരട്ടിക്കുന്നു, താ ഇരട്ടിക്കുന്നു. അപ്പം ഇത് ദ്വിത്വസന്ധിയല്ലേ? അല്ല. ആദ്യം സംഭവിച്ച സന്ധി റൂൾ എന്തായിരുന്നു? ആദ്യം സംഭവിച്ച മാറ്റം എന്താണ്? ഇൻ പോയി ല് വന്നു. പിന്നെ ദ്വിത്വം, പിന്നെ ഇരട്ടിച്ചാലും അത് സന്ധിയായിട്ട് പരിഗണിക്കില്ല. ആദ്യം വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇൻ പോയി ല് വന്നതാണ്. അപ്പോൾ പൊൻകതിർ പൊലിക്കതിർ, പൊൻതിങ്കൾ പൊലിത്തിങ്കൾ, പൊൻകുടം പൊലിക്കുടം, തിരുമുൻ പ്ലസ് കാഴ്ചയാണ് തിരുമുലിക്കാഴ്ച, പിൻ പ്ലസ് കാലം പിലിക്കാലം, തൻ പ്ലസ് കാലം തലിക്കാലം, മുൻ പ്ലസ് കാലം മുലിക്കാലം. ഇനി ഇതും ആദേശം തന്നെയാണ്. വെൾ പ്ലസ് മായാണ് എന്ത്? വെണ്മ. വെൾ പ്ലസ് മാനം വെൺമാനം. ഉൾ പ്ലസ് മാ ഉണ്മ. ഉണ്മയെന്ന് പറഞ്ഞാൽ സത്യസന്ധത. വെണ്മയെന്ന് പറഞ്ഞാലോ വെണ്മ, വെളുപ്പ്. ഇനി കൾ എന്ന ബഹുവചന പ്രത്യയം വന്നാൽ ഇങ്ങ അല്ലെങ്കിൽ ഇങ്ക വരും. മരം പ്ലസ് കൾ മരങ്ങൾ. നിൻ പ്ലസ് കൾ നിങ്ങൾ. പെൺ പ്ലസ് കൾ പെങ്ങൾ. താൻ പ്ലസ് കൾ താങ്കൾ. ഇന്നലെ ഒരെണ്ണം വന്നിരുന്നു, നിൻ പ്ലസ് കൽ എന്താവുമെന്ന്. അപ്പം നമ്മളിതേ ഇവിടെ ഇൻ പ്ലസ് കാ നമുക്ക് ഇങ്ങയായി, ഇവിടെയും ഇങ്ങയായി. എന്നാൽ ഇവിടെ നോക്കൂ, ഇൻ പ്ലസ് കാ എന്തായിട്ടുണ്ട്? ഇങ്ക. താൻ പ്ലസ് കൽ താങ്കളാകുന്നത് പോലെ നിൻ പ്ലസ് കൽ നിങ്ങൾ, അല്ല താങ്കളായിരുന്നു. താൻ പ്ലസ് കല്ലായിരുന്നു താങ്കൾ. താങ്കൾ എങ്കിലായിരുന്നു കേട്ടോ ഇന്നലത്തെ, സോറി എങ്കിൽ. ഇന്നലത്തെ പദം എങ്കിൽ. എൻ പ്ലസ് കില്ലാണ്. ചേർത്ത് എഴുതുമ്പോൾ എന്താവും? എങ്കിൽ. എൻ പ്ലസ് കിൽ എങ്കിൽ. എൻ പ്ലസ് കിൽ എങ്കിൽ. കാരണം ഇവിടെ ഇൻ കാ നമുക്ക് ഇങ്ക കിട്ടിയത് കൊണ്ട്, താൻ കൾ താങ്കൾ കിട്ടിയത് കൊണ്ട് തന്നെ ഇൻ കാ നമുക്ക് ഇങ്കയാക്കി എടുക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി വിൺ പ്ലസ് തലം. ഇവിടെ തായങ്ങ് പോയിട്ട് ഡാ വരും. അടുത്തടുത്തുള്ള വർഗാക്ഷരങ്ങൾ ഡായും തായും. താ പോകുന്നു, ഡാ കടന്നു വരുന്നു അല്ലേ? ഇനി ഈ ഡാ വന്നിട്ട് ഇവിടെ ഒരു ഇണ്ണുണ്ട്, കണ്ടോ? ഈ ഇണ്ണ ഇവിടെ ഈ താ പോയിട്ട് വരുന്ന ഡായോടൊപ്പം ചേരുമ്പോഴാണ് ഇണ്ട കിട്ടുന്നത്. വിൺതലം വിണ്ടലം, ഉൺതു ഉണ്ടു, കൺതു കണ്ടു, തണ്ടാർ തണ്ടാർ. ഇനി നോക്കൂ, തൊട് അധികം തൂ തൊട്ടു. ഇവിടെ ഒരു ഡ ഉണ്ട്, താ പോയിട്ട് വന്ന ഡ. അപ്പം ഈ ഡായും ഈ ഡായും കൂടെ ചേർന്നാണ് ഇട്ടയാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡായുണ്ട്, ഈ താ പോയിട്ടൊരു ഡാ വരും. അപ്പോൾ കട്ടു, പടുതു, പട്ടു. പട്ടുപോവുക, നശിച്ചു പോകുക എന്നുള്ള അർത്ഥം. ഇനി നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും വരുന്നതാണ് വചനം എന്ന ടോപ്പിക്ക്. വചനത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു പരീക്ഷയും നമ്മൾ കണ്ടിട്ടില്ല. പെങ്ങൾ ഏത് വചന രൂപമാണ്? പെങ്ങൾ അല്ലേ? നമുക്കറിയാം പെങ്ങൾ ഏകവചനമാണ്, പെങ്ങൾ ഒന്നല്ലേ ഉള്ളൂ. ഇനി ആചാര്യർ എന്ന പദമാകട്ടെ പൂജക ബഹുവചനം. ഇനി ദ്രോണാചാര്യർ ഏത് വചന രൂപമാണ്? അതും പൂജക ബഹുവചനം തന്നെ. താഴെ പറയുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അലിംഗം ഒരു കോമൺ ഗ്രൂപ്പ്. അലിംഗം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിരിക്കും, അത് കോമൺ ഗ്രൂപ്പായിരിക്കും അല്ലേ? അപ്പം കച്ചവടക്കാരാണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. കാമുകന്മാരെന്ന് പറയുമ്പം അതിൽ പുല്ലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് സലിംഗം. പുല്ലിംഗമോ സ്ത്രീലിംഗമോ നപുംസകലിംഗമോ ആണെന്ന് പിടികിട്ടിയാൽ അത് സലിംഗമാണ്. മിടുക്കികൾ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് സലിംഗം. ഭൃത്യന്മാർ ആണുങ്ങളെക്കുറിച്ചാണ്, അപ്പം സലിംഗം. കച്ചവടക്കാരൊരു കോമൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് അലിംഗ ബഹുവചനം. അടുത്ത് നോക്കണേ, താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമേതാ? ഓക്കെ അല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമേതാ? നോക്കൂ, പശുക്കൾ,
കേമന്മാർ കുട്ടികൾ, അവർകൾ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഇവിടെ കുട്ടികളാണ്. കാരണം പശുക്കൾ പെണ്ണാണ്, അത് മനസ്സിലായതുകൊണ്ട് സലിംഗം. കേമന്മാർ ആണാണ്, അത് മനസ്സിലായതുകൊണ്ട് സലിംഗം. ഇനി നോക്കണേ, അവർകൾ. അവർകൾ എന്ന് പറഞ്ഞാൽ പൂജക ബഹുവചനമാണ് അല്ലേ? ബഹുമാനം സൂചിപ്പിക്കാനായി നൽകുന്നതാണ് പൂജകം. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. പണിക്കാറാണ്, പണിക്കരായിരുന്നുവെങ്കിൽ പൂജകമായേനെ. സുകുമാര പണിക്കൻ എന്നല്ല നമ്മൾ പറഞ്ഞത്, പണിക്കർ എന്നാണ് അല്ലേ? ബഹുമാന പുരസ്സരം. മരക്കാർ, ചേവകർ, ചാക്യാർ, നമ്പ്യാർ, ഇതൊക്കെ പൂജക ബഹുവചനമാണ്. അപ്പോൾ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് പണിക്കാർ പറയാം. സ്ത്രീകൾ സലിംഗം. മരം ഒന്നേ ഉള്ളൂ. മരങ്ങളായിരുന്നുവെങ്കിൽ സലിംഗം വന്നേനെ, നപുംസകമായതുകൊണ്ട് സലിംഗം. പക്ഷെ മരം ഏകവചനം. സ്വാമികൾ പൂജക ബഹുവചനം. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? സമരക്കാർ ഒരു കോമൺ ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഇത് അലിംഗമാണ്. ദേവതമാർ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പാണ് അല്ലേ? ദേവതമാർ. ദേവന്മാർ സലിംഗ ബഹുവചനം. ദൈവങ്ങൾ അലിംഗ ബഹുവചനം. അപ്പം ദൈവങ്ങൾ എന്നായിരുന്നുവെങ്കിൽ അലിംഗം വന്നേനെ. മിടുക്കർ അലിംഗമാണ്. ജനങ്ങൾ അലിംഗം തന്നെ. ഓക്കെ അല്ലേ? യെസ്. ഇനി പൂജക ബഹുവചനത്തിന് ഉദാഹരണം നമുക്ക് വ്യക്തമായി തന്നെ അറിയാം. ഇവിടെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് വൈദ്യറാണ്. വൈദ്യർ. ഓക്കെ. അധ്യാപകർ അലിംഗം. ആചാര്യന്മാരെന്നെടുത്ത് പറഞ്ഞതുകൊണ്ട് സലിംഗം. ഡോക്ടർ ഒരു ഇംഗ്ലീഷ് പദമാണ്, ആംഗലേയ പദമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചനം ഏതാ? സിമ്പിളാണ്, കുട്ടികൾ. നമ്പൂതിരിമാർ എന്ന് പറയുന്നത് ആണുങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ പെണ്ണുങ്ങളെ അന്തർജനങ്ങളെന്ന് പറയും. അപ്പോൾ അത് പുല്ലിംഗമായതുകൊണ്ട് സലിംഗം. അധ്യാപകന്മാർ സലിംഗം. അധ്യാപികകൾ സലിംഗം. അധ്യാപകർ അലിംഗ ബഹുവചനം. ഓക്കെ അല്ലേ? യെസ്. ഇനി എപ്പോഴും മക്കൾക്കൊക്കെ തെറ്റിപ്പോകുന്ന ഒന്നാണ് ഘടകപദങ്ങളാക്കുക അഥവാ വിഗ്രഹിക്കുക എന്ന് പറയും. അപ്പം വിഭക്തിയുടെ സഹായമില്ലാതെ തന്നെ പദങ്ങളെ കൂട്ടിച്ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. വിഭക്തിക്കുറി ഇല്ലാതെ തന്നെ പദങ്ങളെ ചേർക്കുന്നതാണ് സമാസം. അപ്പം നമുക്ക് എങ്ങനെയാണ് സമാസിക്കുന്നത് നോക്കാം. ഈ അനേകമുള്ളതിൽ, അപ്പം ഞാനിവിടെ എഴുതിത്തരാം ഒരു കോഡ് പോലെ. ധാരാളമുള്ളതിൽ, അപ്പോൾ ഒരേ ഗണത്തിൽപ്പെട്ട ധാരാളമുണ്ട്. ആ ധാരാളമുള്ളതിൽ ഒന്നിനെ മാത്രം എടുത്തു പറഞ്ഞാൽ, ഒന്നിനെ മാത്രം പേരെടുത്തു പറയണം. പേരെടുത്തു പറഞ്ഞാൽ നമ്മൾ എന്തു പറയും? നിർദ്ദേശിക തൽപുരുഷൻ. അപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. നിർദ്ദേശിക തൽപുരുഷനാണ്. ധാരാളമുള്ളതിലേതെങ്കിലും ഒന്നിനെ. നളരാജാവ്. ഇഷ്ടം പോലെ രാജാക്കന്മാരുണ്ട്, പക്ഷെ അതിൽ ഒരാൾ മാത്രമാണ് ആര്? നളൻ. അപ്പം നളരാജാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നളനാകുന്ന രാജാവ്, നളൻ്റെ രാജാവ് എന്നൊന്നും പറയൂല. നളൻ എന്ന രാജാവ്. ഭാരതഭൂമി, ഇഷ്ടംപോലെ ഭൂമി പ്രദേശങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പറയും ഭാരതം എന്ന ഭൂമി. കേരളം എന്ന നാട്. നയനം എന്ന ഇന്ദ്രിയം. 5 ഇന്ദ്രിയം ഉണ്ടല്ലേ? അതിൽ നയനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നയനമാകുന്നതല്ല, നയനം എന്ന ഇന്ദ്രിയം. ശക്തിപൂർവം എന്ന് പറഞ്ഞാൽ ശക്തിയോടുകൂടി. യഥാവിധി, വിധി പോലെ. എന്തു പറയും ഇതിനെ? യഥാവിധി, വിധി എങ്ങനെയാണോ അതുപോലെ. ഇനി സവിനയം. സവിനയം എന്താണ്? സവിനയം വിനയത്തോടെ. സവിനയം വിനയത്തോടെ. സദയം ദയയോടെ. സസ്നേഹം സ്നേഹത്തോടെ. പ്രതിദിനം ദിനംതോറും. അപ്പോൾ ഓരോ ദിവസവും എന്നുള്ള അർത്ഥത്തിലാണ് പ്രതിദിനം എന്ന് പറയുന്നത്. ഇനി ആജന്മം, ജന്മം മുതൽ. ആമരണം, മരണം വരെ. എന്താണ് കൂപമണ്ഡൂകം? കൂപത്തിലെ മണ്ഡൂകം അഥവാ പൊട്ടക്കിണറ്റിലെ മണ്ഡൂകം. മണ്ഡൂകം എന്താണ്? തവള. ഇനി തലവേദന എങ്ങനെ വിഗ്രഹിക്കുക? തലയിലെ. LDCയുടെ PYQ ചോദ്യമായിരുന്നു തലവേദന, തലയിലെ വേദന. ഏത് വേദന വന്നാലും ലേ വേദന, അതാണ് നമ്മളെ കോഡ്. മുട്ടുവേദന, മുട്ടിലെ വേദന. ചെവി വേദന, ചെവിയിലെ വേദന. വയറുവേദന, വയറിലെ വേദന. പല്ലുവേദന, പല്ലിലെ വേദന. അപ്പോൾ പുഴവെള്ളം, പുഴയിലെ വെള്ളം. ഓക്കെ അല്ലേ? ഇനി പൂന്തേനോ? പൂവിലെ തേൻ. കടലാന, കടലിലെ ആന. കാർ വർണ്ണൻ, കാറിൻ്റെ വർണ്ണത്തോടു കൂടിയവൻ. കാറ് മേഘം.
ഇനി നോക്കണേ, അപ്പോൾ കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയവൻ കാർമേഘൻ, അതാണ് കാർവർണ്ണൻ. അടിപിടി, അടിയും പിടിയും. രാപ്പകൽ എന്ന് പറയൂല, രാവും പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുണ്ടെങ്കിൽ അവിടെ ഇരട്ടിപ്പ് വരുന്നില്ല. അടിയും പിടിയും, രാവും പകലും. ഓക്കെ അല്ലേ? ഇനി നോക്കണേ, എതിർലിംഗം. ഇത് 2 രീതിയിൽ നമുക്ക് ചോദ്യം വരാം. ഒന്നുകിൽ പുല്ലിംഗം തന്നിട്ട് സ്ത്രീലിംഗം ചോദിക്കും, അല്ലെങ്കിൽ സ്ത്രീലിംഗം തന്നിട്ട് പുല്ലിംഗമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്പൂതിരി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാ? നമ്പൂതിരി പുല്ലിംഗമാണ്, അതിൻ്റെ സ്ത്രീലിംഗമാണ് അന്തർജനം. നമ്പ്യാരാണെങ്കിലോ നങ്ങ്യാരാണ്. നമ്പ്യാർ, നങ്ങ്യാർ, നങ്ങ്യാർ. മാടമ്പി കെട്ടിലമ്മ, പണ്ടാല കോവിലമ്മ. കൈമളാണെങ്കിൽ കുഞ്ഞമ്മ, കൈമളുടെ എതിർലിംഗം എന്താണ്? കുഞ്ഞമ്മ. തമ്പിയാണെങ്കിൽ തങ്കച്ചി. കത്തനാർ ബസ്കിയമ്മ. കത്തനാർ ഈ കോട്ടയത്തൊക്കെയുള്ളൊരു ക്രിസ്തീയ സഭയിലെ പുരോഹിതനാണ് കത്തനാർ. നിങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങളെ ഈ ചോറൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി അമ്മ ചിലപ്പോൾ ടി വിയിലൊക്കെ കാണിച്ചു തരും. ഒരു വലിയ കൊടയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിലൂടെ ഒരു പാട്ടൊക്കെ പാടിപ്പോവും, കത്തനാർ കത്തനാർ. അപ്പോൾ പേടിച്ചിങ്ങനെ ഉള്ളൊരു വായും പൊളിച്ചിരിക്കും. അതന്നെ, അപ്പോഴമ്മ ആ അവസരം മുതലാക്കിയായിരിക്കും അമ്മ ചോറൊക്കെ തരുന്നത്. അപ്പോൾ കത്തനാർ ബസ്കിയമ്മ. നായർ നേത്യാരെന്നോ അച്ചിയെന്നോ പറയാം. ലേഖകനാണെങ്കിൽ ലേഖിക, നായകൻ നായിക. നായാ നായി, ലേഖാലേഖി, രക്ഷാരക്ഷി. എങ്ങനെ പറയാം നമുക്ക്? നായ നായി, ലേഖലേഖി, ലേഖലേഖി, രക്ഷരക്ഷി. കണ്ടോ? അപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റി. നായകൻ നായിക, രക്ഷകൻ രക്ഷിക, ലേഖകൻ ലേഖിക. കർഷകൻ കർഷകിയാണ് വരേണ്ടതെങ്കിലും PSCയുടെ കീഴിൽ കർഷകയാണ്. PSC ആസ് പെർ PSCക്ക് കർഷക പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഭഗവാനാണെങ്കിൽ ഭഗവതിയാണ്. നമ്മൾ പണ്ട് ശരണം വിളിക്കുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ വിളിക്കും, ഭഗവാനേ, ഭഗവതിയെ, ഈശ്വരനെ, ഈശ്വരിയെ, ദേവനെ, ദേവിയെ. 3 എതിർലിംഗമാണ്. ഈശ്വരൻ ഈശ്വരി, ഭഗവാൻ ഭഗവതി, പിന്നെന്താണ്? ഈശ്വരനെ, ഈശ്വരി, ദേവൻ, ദേവി. ഓക്കെ. അപ്പോൾ ഭഗവാൻ ഭഗവതി. ഭഗിനിയാണെങ്കിൽ ഭ്രാതാവ് വരും. എന്നാൽ ഭ്രാതാവിന് ഭഗിനി കൂടാതെ വീണ്ടും എതിർലിംഗങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ഭഗിനി, ഒന്ന് ഭ്രാത്രി. പുല്ലിംഗം താവ് വന്നാൽ സ്ത്രീലിംഗം 3 വരും. നേതാവ് നേത്രി, ശ്രോതാവ് ശ്രോത്രി, ജേതാവ് ജേത്രി, അഭിനേതാവ് അഭിനേത്രി, കർത്താവ് കർത്തൃ, കർത്താവ് കർത്തൃ. അപ്പം അതുപോലെയാണ് ഭ്രാതാവിന് ഭ്രാതൃ എന്നുകൂടി പറയാം. ഇനി ഭവാൻ ഭവതി, ഭാഗിനേയൻ ഭാഗിനേയി നമ്മൾ നേരത്തെ പഠിച്ചു. ഭിക്ഷു ഭിക്ഷുകിയാണ്. ഭിക്ഷു പ്രേമ ഭിക്ഷുകി, ഭിക്ഷുകി ഭിക്ഷുകി. അപ്പോൾ ഭിക്ഷുകി, ഭിക്ഷു ആണെങ്കിൽ ഭിക്ഷുകിയാണ്. ഓക്കെ അല്ലേ? ഇനി ഭോജി, ഭുജിക്കുന്ന പുരുഷനെ ഭോജി എന്ന് പറയും. ഭുജിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന സ്ത്രീയെ എന്തു പറയും? ഭോജിനി. നരഭോജി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഭുജിക്കുന്ന പുരുഷനാണ് ഭോജി. ഭുജിക്കുന്നത് കഴിക്കുന്നത് സ്ത്രീയാണെങ്കിൽ ഭോജിനി. ഭ്രാതാവാണെങ്കിൽ സ്വസാവ് കൂടി നമുക്ക് പറയാം. ഓക്കെ. ഇനി നമ്മളിതിൽ പ്രധാനപ്പെട്ട പദശുദ്ധിയുടെ കാര്യങ്ങൾ അല്ലേ, അതുകൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്ന് നോക്കിക്കോണേ. ഒന്നെന്താണ്? ഉദ്ഘാടനം. ഇതാ ഇങ്ങനെയാണ് ഉദ്ഘാടനം എന്ന് എഴുതുന്നത്. സമ്രാട്ട്. എന്താണ്? സമ്രാട്ട്. അതുപോലെ ഐക്യമുള്ളത് എന്നുള്ള അർത്ഥത്തിൽ ഐക കണ്ഠ്യേന. എന്തു പറയും? ഐകകണ്ഠ്യേന. ഇതിങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഐക കണ്ഠ്യേന. ഐകകണ്ഠ്യേന എന്ന് പറഞ്ഞാൽ ഏകസ്വരത്തിൽ. ഐകകണ്ഠ്യേന, ഏകസ്വരത്തിൽ. ഉദ്ഘാടനം സമ്രാട്ട്, ഐകകണ്ഠ്യേന. അതുപോലെ തന്നെ നമുക്ക് പറയാം ജീവച്ഛവം. എന്താണ്? ജീവച്ഛവം. ജീവച്ഛവം, ജീവച്ഛവം. ഹരിശ്ചന്ദ്രൻ. കണ്ടോ? ഹരിചന്ദ്രൻ. അതുപോലെ ശരചന്ദ്രൻ, ശരചന്ദ്രൻ. തീച്ച ഇച്ച, ശരചന്ദ്രൻ. ഓക്കെ. ആപച്ഛങ്ക. ആപത്ത് വരുമോ വരുമോ എന്നുള്ള ശങ്ക.
ആപച്ചങ്ക, ആപച്ചങ്ക. ആഡംബരം എന്നെഴുതുമ്പോൾ ചുറ്റിക്കെട്ട് ഇല്ല, ആഡംബരം. ഓക്കെ, ആഡംബരം ബായാണ്. ഓക്കെ, ക്രീഡ ചുറ്റിക്കെട്ട് ഇല്ല. അതേസമയം പ്രൗഢം എന്നെഴുതുമ്പോൾ ചുറ്റിക്കെട്ട് ഉണ്ട്. കണ്ടോ, പ്രൗഢം ആണ്, പ്രൗഢം. ഓക്കെ, ഇനി എങ്ങനെയാണ് വാക്യശുദ്ധിയിലെ ചോദ്യങ്ങൾ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, റിപ്പിറ്റേഷൻ വരുന്നത് ശ്രദ്ധിച്ചോണം. ഏകദേശമെന്നോ ഓളമെന്നോ വന്നാൽ ഏതെങ്കിലും ഒന്ന് മതി. ഏകദേശം, അതുപോലെ ഏതാണ്ട്, ഓളം ഒക്കെ വന്നാൽ അതിലേതെങ്കിലും ഒരെണ്ണം മാത്രം ചൂസ് ചെയ്യുക. ഇനി സംഖ്യാസൂചകമായിട്ട് ഇപ്പം 1000-ഓളം എന്ന് പറയാം, 1000-ഓളം, അത് ശരിയാണ്. അതേസമയം 838-ഓളം എന്ന് പറഞ്ഞാൽ അത് തെറ്റ്. അപ്പോൾ 1000-ഓളം എന്ന് പറഞ്ഞാൽ അത് റൗണ്ട് ഫിഗറിൻ്റെ ഒപ്പം എന്താവാം, റൗണ്ട് ഫിഗറാണ് എങ്കിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം നമുക്ക് ഏകദേശമോ ഏതാണ്ടോ ഓളോ ഒക്കെ പറയാം. എന്നാൽ എണ്ണി തിട്ടപ്പെടുത്തി 358, 674 എന്നിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു സംഖ്യയാണ് പറയുന്നതെങ്കിൽ ഏകദേശം 358 കുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഏതാണ്ട് 416 കുട്ടികളും തെറ്റ്. അതേസമയം ഏകദേശം 100-ഓളം എന്നോ, ഏകദേശവും ഓളവും കൂടെ വേണ്ട, 100-ഓളം കുട്ടികളെന്നോ, ഏകദേശം 100 കുട്ടികളെന്നോ, ഏതാണ്ട് 1000 എന്നൊക്കെ പറയാം. റൗണ്ട് ഫിഗറിൻ്റെ കൂടെ ആകാം. അതുപോലെ തന്നെ സംഖ്യ വന്നാൽ ബഹുവചനം വേണ്ട. 10 തേങ്ങയാണ് ശരി. 10 മാങ്ങ, 10 തേങ്ങ, 5 പുസ്തകം, അല്ലേ? 5 പുസ്തകം ഇങ്ങനെയൊക്കെ എഴുതാം. പക്ഷെ ഇവിടെ 5 പുസ്തകങ്ങൾ 10 തേങ്ങകളെന്ന് എഴുതരുത്. പിന്നെയുള്ളത് കാരണം. ഒരു വാക്യത്തിൽ തന്നെ കാരണവും കൊണ്ടാണ്, അതുപോലെ മൂലം. മഴ മൂലം കളി നിർത്തിവെച്ചു, മഴ മൂലമാണ് കളി നിർത്തിവെക്കാൻ കാരണം, അങ്ങനെ പറയണ്ട. ഒന്നുകിൽ മൂലമാണ്, അല്ലെങ്കിൽ കാരണം, അല്ലെങ്കിൽ കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് വാക്യശുദ്ധിക്കകത്ത് തെറ്റുക. പിന്നെ ഈ സ്വയം ചെയ്യുന്നതും ആത്മം, അല്ലെങ്കിൽ സ്വയം കീഴടങ്ങ്, അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പറയൂലേ, എന്താണ്, അവൻ സ്വയം ആത്മഹത്യ ചെയ്തു. ഓക്കെ, അതൊക്കെ തെറ്റാണ്. അവൻ സ്വയം ആത്മവിസ്മൃതിയിലാണ്ടു, തെറ്റാണ്. അപ്പോൾ സ്വയം മറന്നുകൊണ്ട് ആത്മവിസ്മൃതിയിലായി എന്നൊക്കെ ചിലപ്പോൾ പറയും. സ്വയം മറക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ആത്മവിസ്മൃതി. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയാണ് എന്ത് ചെയ്തത്, ഒരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മലയാള ടോപ്പിക്കുകളും ഒന്ന് ഓടിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ മക്കളും ഇത് നന്നായിട്ടൊന്ന് വായിച്ചു വയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്കായിട്ട് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് വിജയാശംസകൾ നേരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഗ്രി പ്രിലിംസിൽ മലയാളം ഫുൾ മാർക്കും തന്നെ സ്കോർ ചെയ്യാനാകട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും സൈലം BSCയുടെ യൂട്യൂബ് ചാനൽ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.